بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي لا تحيط به مدارك العدة ولا تتقيد بحياته الأبدية الأزلية طوال المدة. وهو الذي خلق السماوات والأرض والشمس والقمر والليل والنهار والشجر والدواب وأمر بعبادته فلا نجد من عبادته بدا. وأحمده وحده وأشكر على نعماته شكرا يفوق الشاكرين أبدا. وأستزيده من الفضل والكرم والعطية لما أن كل حمد يشعر على وجوب الحمد تارة أخرى. وأشهد أن لا إله إلا الله وحده لا شريك له شهادة متلألئة الأنوار علية ومتعلقة الأزهار وفية. وأشهد أن سيدنا وحبيبنا محمدا صلى الله عليه وسلم وأشهد أن سيدنا وحبيبنا محمدا صلى الله عليه وسلم المبعوث بالآيات الثنية والمعجزات الرقية والاعتقادات السمحة الثنية. اللهم صل على سيدنا محمد وعلى آله وأصحابه وأتباعه ومن تبعهم بإحسان إلى يوم الجزاء والدين. صلاة وسلاما دائمين متلازمين كلما قر الجديدان ومر الفرقدان. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. صدق الله العلي العظيم. ചേർക്കുന്നത് എൻ്റെ ശബ്ദമാണല്ല, സ്പീക്കറാണ്. ചേർക്കുന്ന ശബ്ദങ്ങൾക്കും ജലദോഷം പിടിച്ച പോലെ എൻ്റെ ശബ്ദമാണ് നിങ്ങളുടെ ബോക്സിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല. നമ്മുടെ വിളക്കോട്ടൂർ ശാഖ SKSSF മദീന ഭാഷനോടനുബന്ധിച്ച് നടത്തിവരുന്ന മതപ്രഭാഷണ പരമ്പരയുടെ പ്രാരംഭ ദിവസത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ഈ മഹത്തായ വേദിയുടെ സർവാദരണീയനായ അധ്യക്ഷൻ മുഹമ്മദ് അലി ആയാടത്തിൽ സാഹിബ് അവർകൾ,
ഈ മഹത്തായ വേദിയിൽ സ്വാഗത ഭാഷണം നടത്തിയ ഇബ്രാഹിം CK സാഹിബ് അവർകൾ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയരായ അബ്ബാസ് ഫൈസി ഉസ്താദ് അവർകൾ, ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട സുഹൃത്ത് ജംഷീർ ഹുദവി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന കുഞ്ഞഹമ്മദ് മാസ്റ്റർ, VP മഹമ്മൂദ് സാഹിബ്, കണ്ടോത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അതുപോലെ നമ്മൾക്കൊക്കെ ഏറെ പ്രിയങ്കരനായ, നമ്മളൊക്കെ ഏറെ ആദരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കും സുന്നത്ത് ജമാഅത്തിനും വേണ്ടി തൻ്റെ ആയുസ് പോലും മാറ്റിവെച്ച ആദരണീയനായ മൊയ്തു ഹാജി പാലത്തായി സാഹിബ് അവർകൾ, ആദരണീയരായ അബൂബക്കർ യമാനി ഉസ്താദ് അവർകൾ, അതുപോലെ നമ്മുടെ ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രഗത്ഭരായ നേതാക്കന്മാരെ, ഉസ്താദുമാരെ, ഈ പരിശുദ്ധമായ ഇൽമിൻ്റെ സദസ്സിലേക്ക് കടന്നു വന്ന നല്ലവരായ സഹോദര സഹോദരിമാരെ. ഇത് തുറന്നിട്ടില്ല കേട്ടോ, ഇത് ഓപ്പൺ ആയിട്ടില്ല, നിങ്ങൾ വന്നിട്ട് ചെയ്യുന്ന വെച്ച് നോക്കിയാൽ മതി, ഇതിലേ സൗണ്ട് കേൾക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ സംഗമം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു നമ്മെ ആദരിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരികയും ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് നന്മ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാൻ അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. ഭക്ഷണം നൽകിയ വോട്ടുകാർ അള്ളാഹു അവർക്ക് സ്വർഗീയ ഭക്ഷണം സ്വർഗീയ പാനീയം നൽകി അള്ളാഹു അവരെ ആദരിക്കട്ടെ. അതുപോലെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം കഠിന പ്രയത്നം ചെയ്ത ഇതിൻ്റെ സംഘാടകർ, സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സഹായിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു ഇഹപര വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നിങ്ങളെ ഒരു ഓപ്പറേറ്ററെ ഇവിടെ 3 സ്റ്റെപ്പ് ഡിലേ ഇടുക, സൗണ്ട് ഷാർപ്പാക്കുക, പിന്നെ ട്രബിള് കൂട്ടുക, പുറത്ത് അതേപോലെ തന്നെ ചെയ്തു, രണ്ട് സ്ഥലത്ത് ഒരുപോലെ ചെയ്തു, 3 സ്റ്റെപ്പ് ഡിലേ ഇടുക, സൗണ്ട് ഷാർപ്പാക്കുക, ട്രബിള് കൂട്ടുക, കൂക്കി വിളിക്കുന്നത് വരുന്നവരെ സൗണ്ട് കൂട്ടിക്കുന്നു. നമ്മൾക്ക് മുമ്പേ നടന്നു പോയവർ എന്ന ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു മുസ്ലിമാണ് എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മളൊക്കെ ജന്മന മുസ്ലിമീങ്ങളാണ്. മുസ്ലിമായ ഉമ്മയിൽ നിന്നും മുസ്ലിമായ ഉപ്പയിൽ നിന്നും ജനിച്ചു വീണ നമ്മൾക്ക് ഒരു മുസ്ലിമിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട്. ഇത്രത്തോളം വലിയ സൗഭാഗ്യവാന്മാരാണ് നമ്മളെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഇസ്ലാമിലേക്ക് ദാഹിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ മുക്കുമൂലകളിലുണ്ട്. എന്നെ ഒന്ന് മുസ്ലിമാക്കൂ എന്നും എനിക്കൊന്ന് സമാധാനം തരുവെന്നും സമാധാനവും സന്തോഷവും തേടി മുസ്ലിമാകാൻ കൊതിച്ചു ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജന്മന മുസ്ലിമായി ജനിച്ചതുകൊണ്ട് നമ്മൾക്കിതിൻ്റെ മഹത്വം നമ്മളിതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മുസ്ലിമാണ് എന്ന് പേരുള്ള എല്ലാ ആളുകൾക്കും മുസ്ലിമാണ് എന്ന് പറയാം. ഇസ്ലാമികമായിട്ടുള്ള പേരുള്ള എല്ലാ ആളുകൾക്കും ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാം. പക്ഷേ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ഞാനൊരു മുസ്ലിമാണ് എന്ന് കാണിച്ചു കൊടുക്കണം. Islam is the best product, but Muslims are the worst dealer. ഡേവിഡ് മൂസ പിഡ്കോക്ക് എന്ന് പറയുന്ന ഒരു പുതുമുസ്ലിമിൻ്റെ ഒരു വാക്കാണിത്. ലോകത്തെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് അത് മുസ്ലിമീങ്ങളാണ്. ഏറ്റവും നല്ല ഉൽപാദനം അത് മുസ്ലിമീങ്ങളാണ്.
ബെസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ദി വേൾഡ്. ലോകത്തിൻ്റെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ്, ഉൽപാദനം, ഒരു വസ്തു, അത് മുസ്ലിമീങ്ങളാണ്. ബട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് വേഴ്സ്റ്റ് ഡീലർ, ഇസ്ലാമാണ് ഏറ്റവും നല്ല പ്രൊഡക്റ്റ്. പക്ഷേ ഇസ്ലാമിനെ ഡീല് ചെയ്യുന്നത്, ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് മോശക്കാരായ ആളുകളാണ്. എന്താണ് ഇസ്ലാം എന്ന് തിരിച്ചറിയാത്തവർ, എങ്ങനെ ജീവിക്കണമെന്ന് തിരിച്ചറിയാത്തവർ, തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഒരു ബോധവും ദർശനവും നൽകാൻ പറ്റുന്ന രീതിയിൽ ജീവിക്കാത്ത ആളുകളുടെ കൈകളിലാണ് ഇന്ന് ഇസ്ലാം ഇരിപ്പുള്ളത്. നമ്മൾ സങ്കുചിതമായ ചിന്തയിൽ നിന്ന് നല്ല ഒരു നാളേക്ക് വേണ്ടി പരിശുദ്ധ ദീൻ പറയുന്നത് പോലെ ഒരു മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ, നമ്മുടെ നാട്ടിലും നാട്ടിൻ പുറങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതയുടെ വാചോടാപങ്ങൾ, ശബ്ദങ്ങൾ, ഇതൊക്കെ കുറഞ്ഞു വരും. നമ്മെ സ്നേഹിക്കാൻ തുടങ്ങും ആളുകൾ. നമ്മുടെ സ്വഭാവത്തിൻ്റെ ചെറിയ പോരായ്മകളാണ് പല പ്രശ്നങ്ങൾക്കും പല പ്രയാസങ്ങളും നമ്മൾ നേരിടാൻ കാരണക്കാരായത്. നമ്മളിൽപ്പെട്ട ചില ആളുകളുടെ ചില സ്വഭാവ ദൂഷ്യം കൊണ്ടാണ്. എല്ലാവരെയും പൂർണ്ണമായി നിരുത്സാഹപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ഞാൻ ഒരുക്കമല്ല. അല്പം ചില ആളുകൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്തിൻ്റെ മുഖമൂലകളിലൊക്കെ അല്പം ചില ആളുകൾ ഇസ്ലാമിന് പേരുദോഷം വരുത്തുന്നുണ്ടോ എന്ന് ശങ്കിച്ചു പോവുകയാണ്. ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ശങ്കിച്ചു പോവുകയാണ്. ഈ ഇസ്ലാമിൽ നിന്നുള്ള ന്യൂനപക്ഷത്തെയാണ് ചാനലുകാരും പത്രക്കാരും ഫോക്കസ് ചെയ്യുന്നത്. ഒരു മുസ്ലിമിനെ കാണേണ്ടത് ഐസിസിൽ നിന്നല്ല, ഒരു മുസ്ലിമിനെ പഠിക്കേണ്ടത് തീവ്രവാദ സംഘടനകളിൽ നിന്നല്ല, ഒരു ഹിന്ദുവിനെ പഠിക്കേണ്ടത് ഗോഡ്സയിൽ നിന്നല്ല, ഗാന്ധിജിയിൽ നിന്നാണ്. അതുപോലെ ലോകത്ത് എല്ലാ മതങ്ങളിലും എല്ലാ ഇസങ്ങളിലും വർഗീയ ധ്രുവീകരണം, വർഗീയതയുടെയും ഛിദ്രതയുടെയും സ്പർദ്ധയുടെയും ഒക്കെ കാരണക്കാരായ ആളുകൾ ജീവിക്കുന്നുണ്ട്. എല്ലാ ഇസങ്ങളിലുമുണ്ട്, എല്ലാ മതങ്ങളിലുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ മുസ്ലിമീങ്ങൾ ഫോക്കസ് ചെയ്യപ്പെടാൻ, അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം പറഞ്ഞത് ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ. ഇസ്ലാം തുടങ്ങിയത് വളരെ വിചിത്രമായിട്ടാണ്. ഗരീബ് എന്ന് പറഞ്ഞാൽ വിചിത്രമായിട്ടാണ്. ആസ് എ സ്ട്രേഞ്ച് വൺ, ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ കള്ളു കുടിച്ചിരുന്ന, വ്യഭിചരിച്ചിരുന്ന, അനാചാരങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്ക് കള്ളു കുടിക്കല്ലേ, നിങ്ങൾ വ്യഭിചരിക്കല്ലേ, ജ്യേഷ്ഠാനുജന്മാരോട് യുദ്ധം ചെയ്തിരുന്ന ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യല്ല. വഅഹ്യാനൻ നജൂറു അഖാന, ചില സമയങ്ങളിൽ യുദ്ധം ചെയ്യാൻ ആരെ കിട്ടിയില്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠനോട് യുദ്ധം ചെയ്തിരുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നതിന് മുമ്പ്. യുദ്ധം ചെയ്യണം, അവരുടെ ജീവിതം യുദ്ധമാണ്, അവർക്ക് യുദ്ധമില്ലാതെ ജീവിക്കാൻ അറിയില്ല, അല്ലേ? ഇദാ മിത്തു ഫദ്ഫന്നീ, ഇത് വർക്ക് ചെയ്യുന്നു, ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇതിലാണെങ്കിൽ സൗണ്ട് ഇറങ്ങും, സൗണ്ട് ഒരു ജലദോഷം പിടിച്ച പോലത്തെ സൗണ്ടാണ് ഇതിൽ കേൾക്കുന്നത്. ഇത് കുറച്ച് പുതിയ ബോക്സാണ്, ഇതിൽ സൗണ്ട് കേൾക്കുന്നില്ല. ഈ സൗണ്ട് അതിൽ കിട്ടുന്നാൽ കുറച്ച് പ്രശ്നം തീരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ കേൾക്കുന്ന സൗണ്ട് ഒരു ജലദോഷം പിടിച്ച സൗണ്ടാണ്, ചരക്കുന്ന സൗണ്ടാണ്. അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ നമ്മളൊന്ന് എണീറ്റിക്ക് എല്ലാവരും, നമുക്കൊന്ന് കുറച്ച് സമയം ഇരിക്കാൻ തുടങ്ങി. സല്ലു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു
നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം, ഇപ്പം ഇങ്ങനെ ഇരുന്നോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു വിചിത്രമായ സ്വഭാവത്തിൻ്റെ ആളുകളായിരുന്നു മക്ക മുശ്രിക്കീങ്ങൾ. ഇദാ മിത്തു ഫദ്ഫന്നി ഇലാ ജംബി കർമതി തുറവ്വി ഇളാമി ബഅദ മൗതി ഉറൂഖുഹാ. മരിക്കാൻ കിടക്കുന്ന ഒരു അറാബി, ഒരു കാട്ടറബി തൻ്റെ മക്കളോട് നൽകുന്ന ഉപദേശം, മക്കളോട് ഉപദേശിക്കുകയാണ്. രോഗശയ്യയിൽ കിടന്നിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അറാബി തൻ്റെ മക്കളോട് നൽകുന്ന ഉപദേശം, ഇദാ മിത്തു ഫദ്ഫന്നി, ഫദ്ഫിന്നി, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ മറമാടേണ്ടത്, ഇലാ ജംബി കർമതി, മുന്തിരിവള്ളിയുടെ ചുവട്ടിലാണ് നിങ്ങൾ എന്നെ മറമാടേണ്ടത്. മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ നിങ്ങൾ എൻ്റെ കബർ കുഴിക്കണം. എന്തിനാണത്? തുറവ്വി ഇളാമി, എൻ്റെ ശരീരത്തിൻ്റെ എല്ലുകളും അസ്ഥികൂടങ്ങളും ബഅദ മൗതി ഉറൂഖുഹാ, മുന്തിരിവള്ളിയിൽ നിന്നാണല്ലോ കള്ളുണ്ടാക്കുന്നത്, മുന്തിരിവള്ളിയിൽ നിന്നാണല്ലോ മദ്യമുണ്ടാക്കുന്നത്. ആ മുന്തിരിവള്ളിയുടെ വേരിൽ നിന്ന് എൻ്റെ ദ്രവിച്ചുപോയ, ജീർണിച്ചുപോയ ശരീരത്തിലേക്ക് കള്ളിൻ്റെ സത്ത എത്തുമല്ലോ. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ മറമാടേണ്ടത്, എന്നെ നിങ്ങൾ കബർ കുഴിക്കേണ്ടത് മുന്തിരിവള്ളിയുടെ ചുവട്ടിലാണെന്ന് പാടിയിരുന്ന അറാബികളുടെ സമീപത്തേക്കാണ് അള്ളാഹുവിൻ്റെ ഹബീബ് കടന്നു വരുന്നത്. അതുപോലെ ഒരു പ്രാണി, ഒരു ജന്തു, അത് കള്ളിൻ്റെ പാത്രത്തിൽ വീണ് ചത്തുപോയാൽ, കള്ളിൻ്റെ പാത്രം ഉണ്ടാകും, വലിയ വലിയ കൂജകൾ, അതിലെങ്ങാനും ഒരു പ്രാണി, ഒരു പാറ്റ ചത്തുപോയാൽ ആ പ്രാണിയെ പൊക്കിപ്പിടിച്ചുകൊണ്ട്, ഓ പ്രാണി, നീ എന്തൊരു ഭാഗ്യവാൻ, നിനക്ക് കള്ളിൽ കിടന്ന് മരിക്കാൻ ഭാഗ്യം ലഭിച്ചല്ലോ, നിനക്ക് കള്ളിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കാനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് ആ പ്രാണിയെ കയ്യിൽ പിടിച്ചു ചോദിച്ചിരുന്ന കാട്ടറബികളിലേക്കാണ് അള്ളാഹുവിൻ്റെ ഹബീബ് വന്നിട്ട് പറയുന്നത്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താനി ഫജ്തനിബൂ. കള്ള് നിങ്ങൾ കുടിക്കരുത്, അത് മ്ലേച്ഛമായ കാര്യങ്ങളാണ്. ഫജ്തനിബൂ, നിങ്ങൾ അതിനെ ഒഴിവാക്കണം, അത് ഒഴിവാക്കിയാലേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. ഇത് പറഞ്ഞത് കാട്ടറബികൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇത് കാട്ടറബികൾക്ക് ഇഷ്ടമായില്ല. വ്യഭിചരിച്ചിരുന്ന സ്വന്തം പെങ്ങന്മാരെ പോലും തിരിച്ചറിയാതിരുന്ന ഒരു സമൂഹത്തോട് ലാ തഖറബുസ് സിനാ, നിങ്ങൾ വ്യഭിചരിക്കരുതേ, നിങ്ങൾ വ്യഭിചരിക്കരുതേ, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുതേ എന്ന് പറഞ്ഞത് അതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. മക്കളെ കുഴിച്ചുമൂടിയിരുന്ന ആളുകളോട് ലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്ന് നിങ്ങൾ മക്കളെ കുഴിച്ചുമൂടല്ല എന്ന് പെൺമക്കളെ കുഴിച്ചുമൂടിയിരുന്ന ആളുകളോട് പറഞ്ഞു. അതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ജ്യേഷ്ഠാനുജന്മാരോട് യുദ്ധം ചെയ്തിരുന്ന ആളുകളോട് പറഞ്ഞു, കുടുംബബന്ധം നിങ്ങൾ തകർക്കരുത്, കുടുംബബന്ധം നിങ്ങൾ പിണങ്ങി നിൽക്കരുത്, കുടുംബബന്ധം തെറ്റി നിന്നാൽ സ്വർഗത്തിന്റെ കവാടം പോലും കാണാൻ നിങ്ങൾക്ക് സാധിക്കൂല. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, എല്ലാവരും സഹോദരങ്ങളാണ്. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, ഒരു മുസ്ലിമിന്റെ എല്ലാം മറ്റൊരു മുസ്ലിമിന് ഹറാമാണ്. ഇർളുഹു, അവന്റെ അഭിമാനം പിച്ചു ചീന്താൻ പാടില്ല. വമാലുഹു, അവന്റെ സമ്പാദ്യം പിച്ചു ചീന്താൻ പാടില്ല, അവന്റെ സമ്പാദ്യം അപഹരിക്കാൻ പാടില്ല. വദമുഹു, അവന്റെ രക്തം ചിന്താൻ പാടില്ല. കാസർഗോഡ് ജില്ലയിൽ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ 3 കൊലപാതകങ്ങളാണ് നടന്നത്. എല്ലാം സമ്പത്തിന്റെ പേരിൽ, കുഴൽപ്പണത്തിന്റെ പേരിൽ, സ്വർണ്ണക്കട്ടകളുടെ പേരിൽ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊല്ല, ഒരു ഹിന്ദു മറ്റൊരു ഹിന്ദുവിനെ കൊല്ല. എങ്ങനെയാണെങ്കിലും കൊലപാതകം കൊലപാതകം തന്നെയല്ലേ? സമ്പത്തിന്റെ പേരിൽ
2 ലക്ഷം 3 ലക്ഷം രൂപയുടെ പേരിലൊക്കെ സ്വന്തം ചങ്ങാതിമാർ വരെ സുഹൃത്തുക്കളെ കൊന്ന് ഏതെങ്കിലും പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന കാലമാണ്. ഒരാഴ്ചക്കുള്ളിൽ 3 വാർത്തയാണ് നമ്മൾ കേൾക്കാനിടയായത്. ഓട്ടോറിക്ഷ ബൈക്കിലിടിക്കുക, കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നറിയുമ്പോൾ ആ ബൈക്കിലിടിച്ച് കയ്യിലുണ്ടാകുന്ന ക്യാഷും കൊണ്ട് തിരിച്ചു പോവുക. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, എല്ലാം ഹറാമ് തന്നെ. നിങ്ങൾ അന്യായമായി രക്തം ചിന്താനോ സമ്പത്ത് അപഹരിക്കാനോ അഭിമാനം പിച്ചു ചീന്താനോ പാടില്ല. നിങ്ങൾ എല്ലാവരും സഹോദരങ്ങളാണ്. ഒരാൾ മറ്റൊരാളെ കുറ്റം പറയരുത്, ഒരാൾ മറ്റൊരാളുടെ തെറി പറയരുത്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇൻജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ, നിങ്ങളിലേക്കൊരു വാർത്ത കിട്ടിയാൽ, നിങ്ങൾക്കൊരു വാർത്ത ലഭിച്ചാൽ അത് സത്യമാണോ നുണയാണോ കളവാണോ എന്നറിയാതെ, ഇതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് പഠിക്കാതെ നിങ്ങൾ മറ്റൊരാൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാക്കരുത്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഓ ജനങ്ങളെ, ഇൻജാഅകും ഫാസിഖും ബിനബഅ, വിശ്വാസയോഗ്യനല്ലാത്ത വിശ്വസ്തനല്ലാത്ത ഒരാൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ, മറ്റൊരാളുടെ കുറവ് പറഞ്ഞാൽ, മറ്റൊരാളുടെ ഇല്ലാത്ത കിംവദന്തികൾ ഉണ്ടാക്കി കെട്ടുകഥകൾ ഉണ്ടാക്കി പറഞ്ഞു തന്നാൽ, ഫതബയ്യനൂ, പഠിക്കാതെ അതിനെക്കുറിച്ച് പരിശോധന നടത്താതെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ നിങ്ങൾ ഒരാൾക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ഇയ്യാകും വല്ലന്ന, ചിന്തിക്കുക പോലും അരുത്. ഒരാളെ കുറിച്ച് മോശമായി ചിന്തിക്കരുത്. ഇയ്യാകും വല്ലന്ന ഫഇന്ന ബഅദല്ലന്നി ഇസ്മുൻ, മറ്റൊരാളെ കുറിച്ച് മോശമായി ചിന്തിക്കുക പോലും ചെയ്യരുത്. ഒരാളെ കുറിച്ച് വേണ്ടാത്ത ചിന്ത വരരുത്. അയാൾ ഇന്ന ആളാണല്ലോ, മോശക്കാരനാണല്ലോ, കുടിയനാണല്ലോ, അക്രമിയാണല്ലോ, പലിശക്കാരനാണല്ലോ, അങ്ങനെയുള്ള ചിന്തകൾ വരെ നിങ്ങൾ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കരുത്. കാരണം ഫഇന്ന ബഅദല്ലന്നി ഇസ്മുൻ, ചില ചിന്തകൾ വരെ അള്ളാഹുവിന്റെ കോടതിയിൽ തെറ്റായി മാറും. ചില ചിന്തകൾ വരെ മറ്റൊരാളെ കുറിച്ച് ചിന്തിച്ചത്, മറ്റൊരാളെ കുറിച്ച് ആലോചിച്ചത് അതുവരെ തെറ്റാണ്. അള്ളാഹു അതിനെ കുറിച്ച് വരെ ചോദ്യം ചെയ്യുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇന്നസ് സമഅ, നമ്മുടെ നോട്ടം അല്ലാഹു നാളെ ചോദിക്കുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഹറാമ് കാണരുത്, ഹറാമ് കാണരുത്. അത് പെണ്ണാണെങ്കിലും ശരി, അത് വീഡിയോകളാണെങ്കിലും ശരി, അത് ഇമേജുകളാണെങ്കിലും ശരി, ഹറാമ് കാണരുത്. അത് വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കുന്ന ചെറുപ്പക്കാരുടെ തുടകളാണെങ്കിലും ശരി, ചെറിയ ഹാഫ് ട്രൗസറിട്ട് ഫുട്ബോൾ കളിക്കുന്ന ചെറുപ്പക്കാരാ, നിങ്ങളുടെ മുട്ടുമറക്കാതെ കളിക്കാൻ പോകുന്നത് പച്ച ഹറാമാണെന്നതിൽ സംശയമില്ല. ടൂർണമെന്റുകൾ വെക്കുന്നതൊക്കെ പോട്ടെ, അത് വേറെ ചർച്ചയാണ്. 5സും 7സും വെച്ച് ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും മാമാങ്കങ്ങൾ ഉണ്ടാക്കുന്നത് അത് വേറെ ചർച്ചയാണ്. അത് തെറ്റാണ് എന്ന് ഞാൻ പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ. വൈകുന്നേരങ്ങളിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി, ഫിറ്റ്നസിന് വേണ്ടി നിങ്ങൾ കളിക്കുന്ന വൈകുന്നേരങ്ങളിലുള്ള കളികൾ വരെ ഹറാമായി പോകും, നിങ്ങളുടെ ഔറത്ത് മറക്കാതെ കളിച്ചു പോയാൽ. അതുകൊണ്ട് ഇന്നസ് സമഅ, നിങ്ങളുടെ കാഴ്ച ശക്തിയെ, നിങ്ങളുടെ കേൾവി ശക്തിയെ അള്ളാഹു ചോദിക്കും. ഇന്നസ് സമഅ, നിങ്ങളുടെ കേൾവിയെ അള്ളാഹു ചോദിക്കും. നിങ്ങൾ കേട്ടത്, ഇയർഫോൺ വെച്ച് പാട്ട് കേട്ടാൽ, മ്യൂസിക്കുകൾ കേട്ടാൽ, മൊബൈൽ ഫോണിലൂടെ സിനിമ കണ്ടാൽ, ടിവിയിലൂടെ സിനിമ കണ്ടാൽ, ബസ് സ്റ്റാൻഡിൽ നിന്ന് മറ്റൊരാളുടെ കുറ്റവും കുറവും കേട്ടാൽ, ഇന്നസ് സമഅ, നിങ്ങളുടെ ചെവി അത് ഹറാമ് കേൾക്കാനല്ലല്ലോ അള്ളാഹു തന്നത്, മറ്റൊരാളുടെ കുറവ് കേൾക്കാനല്ലല്ലോ തന്നത്, ഹറാമായ മ്യൂസിക്കുകൾ കേൾക്കാനല്ല, ഹറാമായിട്ടുള്ള സംസാരങ്ങളോ സംഭാഷണങ്ങളോ കേൾക്കാനല്ലല്ലോ അള്ളാഹു ചെവി തന്നത്. ഇന്നസ് സമഅ, നിങ്ങളുടെ ചെവിയെ കുറിച്ച് അള്ളാഹു നാളെ ചോദ്യം ചെയ്യുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വൽ ബസറ, നമ്മുടെ കണ്ണിനെ കുറിച്ചും അള്ളാഹു നാളെ ചോദ്യം ചെയ്യും. വൽ ഫുആദ്, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ വരെ അള്ളാഹു നാളെ ചോദിക്കും. കാന അൻഹു മസ്ഊലാ, കാന അൻഹു മസ്ഊലാ,
കാന അൻഹു മസ്ഊല. അല്ലാഹു നമ്മുടെ കണ്ണിനെ കുറിച്ച് നാളെ ചോദിക്കും എവിടേക്കൊക്കെ നോക്കി എന്ന്, ചെവിയെ കുറിച്ച് ചോദിക്കും എന്തൊക്കെ കേട്ടു എന്ന്, ഹൃദയത്തെ കുറിച്ച് വരെ ചോദ്യമുണ്ട് എന്തൊക്കെ ചിന്തിച്ചു എന്ന്. കാന അൻഹു മസ്ഊല. അല്ലാഹു പറയാണ് ഇതൊക്കെ അല്ലാഹു ചോദ്യം ചോദിക്കാൻ പോവാണ്. മറുപടി ഉണ്ടോ? അതുകൊണ്ട് മറ്റൊരാളുടെ കുറവ് കാണാനോ കേൾക്കാനോ പറയാനോ പോരുത്. എന്തിനേറെ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇതൊക്കെയാണ് അല്ലാഹുവിന്റെ ഹബീബ് മക്കയിലേക്ക് കടന്നു വന്നപ്പോ മക്കാ മുശ്രിക്കീങ്ങളോട് പറഞ്ഞത്. പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അന്യായമായി മറ്റൊരാൾ ആക്രമിക്കരുത് എന്ന് പറഞ്ഞപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ബദഅൽ ഇസ്ലാമു ഗരീബാ. ഇസ്ലാം തുടക്കം കുറിക്കുന്നത് വിചിത്രമായിട്ടാണ്. ആളുകൾക്ക് അതിനോടൊരു അപരിചിതത്വം ഉണ്ടാകും, ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു ശങ്കയുണ്ടാകും, ആളുകൾക്ക് ഇതിനോടൊരു വെറുപ്പുണ്ടാകും, ആളുകൾക്ക് ഇതിനോടൊരു പ്രയാസമുണ്ടാകും. ഒരാൾ ഹിജാബ് ധരിച്ചിട്ട് ഒരു പെണ്ണ് നടക്കുന്നത് ഒരാൾക്ക് ഇഷ്ടമല്ല. ഒരു ഹിജാബ് ധരിച്ചിട്ട് ഒരു പെണ്ണ് നടക്കുന്നത് ഒരാൾക്ക് ഇഷ്ടമല്ല. ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടും പച്ച ഹറാമാണെന്ന് പറയുമ്പോ അതും ഇഷ്ടമല്ല. ഇതൊക്കെ ഒരു വിചിത്രമാണ്, ഇതൊക്കെ വിചിത്രമാണ്, ഇതൊക്കെ പഴഞ്ചനാണ് എന്ന് തോന്നുന്ന ഈ രീതിയിലാണ് ഇസ്ലാം തുടക്കം കുറിച്ചതെങ്കിൽ എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ ഇസ്ലാം അസ്തമിക്കുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹ്. ഇത് തുടങ്ങിയത് എങ്ങനെ, അതുപോലെ ഇത് അസ്തമിക്കും. തുടങ്ങിയത് ഇങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ വിഷയത്തിലൂടെ. എന്നാൽ ഇപ്പൊ നോക്കി ഇതേപോലെ താടി വെച്ച് നടക്കാൻ പറ്റൂല. താടി വെച്ചതിന്റെ പേരിൽ ജോലികളിൽ നിന്നും പിരിച്ചുവിടുക, ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കലാലയങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ തടയപ്പെടുക. ആണും പെണ്ണും ഒന്നിച്ചിരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ സ്ഥാപനങ്ങളിൽ പ്രശ്നമുണ്ടാവുക. ക്ലാസ് എടുക്കുമ്പോൾ പെണ്ണുങ്ങളെ സ്ത്രീകളെ കാണുന്നതിന് വേണ്ടി ഒരു സ്ക്രീൻ, ഒരു മറയിട്ട് ക്ലാസ് എടുത്തപ്പോ സോഷ്യൽ മീഡിയകളിലും ഓൺലൈൻ മാധ്യമങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ ഇവിടെ നടന്നത്? ഒരാൾ ക്ലാസ് എടുക്കാൻ വന്നൊരു ഡോക്ടർ അപ്പോൾ മറയിട്ടിട്ട് കാസർഗോഡ് നീലേശ്വരം എന്ന സ്ഥലത്ത് മറയിട്ടിട്ട് പെണ്ണുങ്ങൾ മറയ്ക്ക് പിന്നിൽ ഇപ്പുറത്ത് ക്ലാസ് എടുക്കുകയാണ്. അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇസ്ലാം അതിൻ്റെ ന്യായം, അതിൻ്റെ തീരുമാനം ഇസ്ലാം അറിയിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല. ഇത് എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ ഇത് അസ്തമിക്കാൻ പോവുകയാണ്. അസ്തമിക്കുമ്പോൾ തുടക്കത്തിലുള്ള പ്രയാസങ്ങൾ അതിൻ്റെ അവസാനത്തിലും ഉണ്ടാകും. ആണും പെണ്ണും പരസ്പരം കാണരുത് എന്ന് പറഞ്ഞപ്പോ ഇത് എന്ത് മതമാണ്? സങ്കുചിതത്വം. ഇതൊരു ഓർത്തഡോക്സ്, ഇതൊരു പഴഞ്ചൻ, ഇതൊരു പഴയ മതം, ഇതിന് സംസ്കാരമില്ല, ഇതിന് എന്തില്ല, ഒരു അഡ്വാൻസ്ഡ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ തള്ളിപ്പറയാം. ഇങ്ങനെയൊക്കെ വന്നാൽ ഇതൊക്കെ ഉണ്ടാകും നിങ്ങളിൽ. പക്ഷേ ആ സമയത്ത് ഖുറബായിങ്ങളായ ആളുകൾ, അവർക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഖുറബായിങ്ങളായ ആളുകൾക്ക് അവസാന കാലഘട്ടത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആരാണ് നബിയെ ഖുറബ എന്ന് പറഞ്ഞാൽ? ആരാണ് നബിയെ ഖുറബ എന്ന് പറഞ്ഞാൽ? അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ പ്രവർത്തകന്മാർ, സമസ്തയുടെ പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രവർത്തനമാണ്. എന്താണത്? അല്ലദീന യുസ്ലിഹൂന ബിമാ അഫ്സദന്നാസു മിൻ ഉമ്മതി. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമുദായത്തിൽ ചില തിന്മകൾ കയറിക്കൂടുമ്പോ, ചില തോന്നിവാസങ്ങൾ കയറിക്കൂടുമ്പോ, ചില അരുതായ്മകൾ കയറിപ്പറ്റുമ്പോൾ അത് ചെയ്യരുത്, അത് തെറ്റാണ്, അത് കളവാണ്, അത് നുണയാണ്, അത് ഹറാമാണ്, അത് പാടില്ല. ഇന്നാലിന്ന ത്വരീഖത്തുകള് അത് കള്ളത്വരീഖത്തുകളാണ്. ഇന്നാലിന്ന വസ്തുക്കള് അത് വ്യാജമാണ്. ഇന്നാലിന്ന ആളുകൾ അവർ അല്ലാഹുവിന്റെ ആളുകളല്ല എന്നൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് പറയേണ്ടി വരുന്നത്. ഫതൂബാ ലിൽ ഖുറബാ
ഇസ്ലാം അതിന്റെ അന്ത്യത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ഇവിടെ തിന്മകളുടെ അരുതായ്മകളുടെ അനാചാരങ്ങളുടെ കൂമ്പാരങ്ങള് അതിന്റെ കൂട്ടങ്ങള് അതിങ്ങനെ ഒരു പ്രശ്നമില്ലാതെ ലാഘവത്തോടെ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിനെതിരെ ശബ്ദിക്കുക എന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ദൗത്യമാണ്. 1926 നായകന്മാരില്ലാത്ത ഇടയനില്ലാത്ത ആട്ടിൻകൂട്ടങ്ങളെ പോലെ ഛിന്ന ഭിന്നമായി അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ഒരു കൂട്ടം സമൂഹത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് സമസ്ത. ഐക്യസംഘം എന്ന പേരിൽ ബിദ്അത്തിന്റെ ആളുകൾ സ്വന്തം രാജ്യത്തെ വരെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുത്തപ്പോ ബിദ്അത്തുകാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അറിയാം, ലോകത്തിന്റെ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം അമേരിക്കയുടെ റബ്ബർ സ്റ്റാമ്പായി മാറിയത് വെറുതെയല്ല, ബിദ്അത്തുകാരുടെ വേരോട്ടമാണ്. ചരിത്രം പഠിച്ചു നോക്കണം. സൗദി അറേബ്യ ആണെങ്കിലും GCC രാഷ്ട്രങ്ങൾ ഏതുമാവട്ടെ, സിറിയയാണെങ്കിലും യമനാണെങ്കിലും തുർക്കിയാണെങ്കിലും ഏതുമാവട്ടെ, മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ അമേരിക്കയ്ക്ക് ഓശാന പാടുന്ന അമേരിക്കയുടെ റബ്ബർ സ്റ്റാമ്പായതിന്റെ അധികാരികൾ മാറിയത് അവിടെയുള്ള ആളുകൾ ബിദ്അത്തിന്റെ ആളുകളായി ബിദ്അത്തുകാരായി മാറിയപ്പോഴാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഓരോ തോന്നിവാസികൾക്കും ഒരിക്കലും കൂട്ടുനിൽക്കാത്ത ആളുകളാണ്. തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവർ, അത് രാജാവാണെങ്കിലും ശരി, അത് പ്രധാനമന്ത്രിയാണെങ്കിലും ശരി, അത് മുഖ്യമന്ത്രിയാണെങ്കിലും ശരി, ആരുമാവട്ടെ, തിന്മ കണ്ടാൽ അതിനെ നഖശിഖാന്തം എതിർക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. ഫതൂബാ ലിൽ ഗുറബാ, ആ സമയത്ത് തിന്മയിലേക്ക് പോകുമ്പോൾ തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നവർ, അത് ചെയ്യല്ല എന്ന് പറയുന്നവർ, ഒരു കൂട്ടം ആളുകൾ തലയിൽ ഹെഡ്ഫോൺ വെച്ച് പാട്ടുപാടി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് നൃത്തം വെക്കുമ്പോ നമ്മുടെ പെൺകുട്ടികളൊക്കെ അവരുടെ ചാരിത്രം നഷ്ടപ്പെട്ട് ആണുങ്ങൾക്കിടയിൽ അന്യപുരുഷന്മാർക്കിടയിൽ കലർന്നിട്ട് സ്റ്റേജിൽ കയറി ശരീരത്തിന്റെ അങ്കലാവണ്യം പ്രദർശിപ്പിച്ച് നൃത്തം വെക്കുമ്പോ അരുത് പെണ്ണേ അരുത്, നിന്റെ ചാരിത്രം നീ സൂക്ഷിക്കേണ്ടതുണ്ട്. നിന്റെ സൗന്ദര്യം ലജ്ജയാണ്, നിന്റെ ഭംഗി നിന്റെ ഔറത്താണ്. ഇത് പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം, ഇത് പഠിപ്പിച്ചു പരിശുദ്ധ മതം, ഇത് പഠിപ്പിച്ചു സുന്നത്ത് ജമാഅത്ത്, ഇത് പഠിപ്പിച്ചു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഫതൂബാ ലിൽ ഗുറബാ, ഇങ്ങനെ തിന്മയിലേക്ക് ആളുകൾ പോകുമ്പോൾ അവരെ തടയുന്ന ആളുകൾക്ക് ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്, അവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. നബി തങ്ങൾ പറയുന്നുണ്ട്, ഫഇന്ന മിൻ വറായികും അയ്യാമൻ الصبر فيهن مثل القبض على الجمد فإن من ورائكم أياما. സഹാബാക്കളെ, നിങ്ങളുടെ കാലശേഷം അല്പം, നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ ചില കാലങ്ങൾ വരാനുണ്ട്. നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഒരു കാലഘട്ടം വരാനുണ്ട്. الصبر فيهن مثل القبض على الجمد, ആ കാലഘട്ടത്തെ ക്ഷമിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ, പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ, മിഥിലൽ ഖബുൽ അലൽ ജംരി, തീക്കനൽ കയ്യിൽ പിടിക്കുന്നത് പോലെയാണ്. പ്രയാസങ്ങളൊക്കെ കേൾക്കാൻ കേരളത്തിൽ നിന്ന് വരെ നമ്മൾക്ക് നീതി ലഭിക്കാതെ നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളെ തടങ്കലിലേക്ക് കൊണ്ടുപോകുന്ന, കാരാഗ്രഹത്തിൽ കൊണ്ടുപോകുന്ന സംഭവം നമ്മൾ ഇന്നും കണ്ടതാണ്. നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ വളർന്നതല്ലേ. ഒരു ചെറുപ്പക്കാരൻ വളരെ നിഷ്ഠൂരമായി കൊലക്കത്തിക്കിരയായപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ നീതിക്ക് വേണ്ടി ശബ്ദിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യുക. രാജ്യത്ത് അസഹിഷ്ണുതയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരോട് പാകിസ്ഥാനിൽ പോകാൻ പറയാ. ഈ പാകിസ്ഥാൻ എന്താണ്? നമ്മളൊക്കെ തറവാടാണോ? പാകിസ്ഥാനിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. രാജ്യസ്നേഹവും ദേശീയ സ്നേഹവും ആരോടും പ്രകടിപ്പിക്കാനുള്ളതല്ല, അത് രാഷ്ട്രത്തെയാണ് സ്നേഹിക്കേണ്ടത്. ആർക്കു മുമ്പിലും അഭിനയിക്കാനുള്ളതല്ല രാജ്യസ്നേഹം. എന്നാൽ രാഷ്ട്രപതിയെ തള്ളിപ്പറയുന്നവർ രാജ്യസ്നേഹികൾ, രാഷ്ട്രപതിയെ തള്ളിക്കളയുന്നവർ, തള്ളിപ്പറയുന്നവർ രാജ്യസ്നേഹികൾ, രാഷ്ട്രപതിയെ ബഹുമാനിക്കുന്നവർ രാജ്യത്തിൽ അസഹിഷ്ണുതയുണ്ടാക്കുന്നവർ. ഇതൊക്കെയാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ്. ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളാകെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അസ്സബുറു, നിങ്ങൾ ക്ഷമിക്കുക.
അസ്സബ്റു ഫീഹിന്ന മിസ്ലൽ ഖബ്ളി അലൽ ജംരി. ആ കാലഘട്ടത്തിൽ നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായാൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ കഴിയൂല. ക്ഷമയുടെ നെല്ലിപ്പടിയും കിടന്നു എന്ന് പറയില്ല, ആ ഒരവസ്ഥയാണ്, ക്ഷമിക്കാൻ പറ്റൂല. പക്ഷെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാലോ മിസ്ലൽ ഖബ്ളി അലൽ ജംരി, തീക്കനൽ കയ്യിൽ പിടിക്കുന്നത് പോലെ പ്രയാസമാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോഴാണ് തീവ്രവാദികൾ ഉണ്ടാകുന്നത്. തീവ്രവാദികൾ വെറുതെ ഉണ്ടാവുകയല്ല, നിങ്ങൾ പഠിക്കണം. തീവ്രവാദികൾ വെറുതെ ഉണ്ടാവുകയല്ല. നിങ്ങൾ വേണമെങ്കിൽ മിണ്ടാപൂച്ച എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സമാധാനത്തിൻ്റെ പ്രതീകമായ പൂച്ചകൾ, ആ പൂച്ചയെ നിങ്ങളൊരു മുറിയിലിട്ടിട്ട് പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ ഒരു വടിയെടുത്ത് തുരുതുര അടിച്ചു നോക്കുക. മനസ്സിലാവണം, ഞാൻ ഉദാഹരണം പറയാൻ നിങ്ങൾ തിരിച്ചറിയണം. ഒരു പൂച്ച എന്ന് പറഞ്ഞൊരു പാവം മൃഗാണ്. മിണ്ടാപൂച്ച നമ്മൾ പറയാം, പാവപ്പെട്ട ആളുകളെ അവരൊരു മിണ്ടാപൂച്ചയാണ്, അവരെന്തിന് വെറുതെ ദ്രോഹിക്കുന്നു, അങ്ങനെ നമ്മൾ ചോദിക്കാം. അങ്ങനെയുള്ള ഒരു പൂച്ചയെ നമ്മളൊരു മുറിയിലിട്ട് അതിൻ്റെ ഡോറ്, അതിൻ്റെ ജനാലകൾ, അതിനൊക്കെ പുറത്തു പോകാനുള്ള പഴുതുകളൊക്കെ അടിച്ച് വെറുതെ ഇങ്ങനെ വടിയെടുത്ത് അടിച്ചാൽ ആ പൂച്ച രൂപം മാറി ഒരു പുലിയെപ്പോലെ നമ്മോട് പെരുമാറും. പുലിയെപ്പോലെ പെരുമാറും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, വീട്ടിൽ പോയിട്ട്. ശരീരമൊക്കെ മാന്തി പൊളിക്കും പൂച്ച. എൻ്റെ നിരപരാധിയായ ഒരാളെ വെറുതെ അടിക്കുമ്പോൾ അയാളുടെ ഉഗ്ര സ്വഭാവം പുറത്തെടുക്കും. അതുപോലെ നിരപരാധികൾക്ക് മേൽ അപരാധങ്ങൾ പറയുമ്പോൾ അവർക്കെതിരെ ആക്ഷേപങ്ങൾ അവരിങ്ങനെ കൊണ്ടുപോയി ജയിലിലിടുക, അറസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ചില ആളുകൾക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും മടുക്കുമ്പോഴാണ് ചില ആളുകൾ തീവ്രവാദത്തിലേക്ക് പോകുന്നത്. ഇനി ഇവിടെ ജീവിച്ചിട്ട് എന്താ കാര്യം, മരിക്കുകയാണെങ്കിൽ മരിക്കുക, അങ്ങനെ പോവാണ്. പക്ഷെ ഇസ്ലാം അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അസ്സബ്റു, ക്ഷമിക്കാനാണ് പറഞ്ഞത്. അത് മിസ്ലൽ ഖബ്ളി അലൽ ജംബി, തീക്കനൽ കയ്യിൽ പിടിക്കുന്നത് പോലെ പ്രയാസമാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ലിൽആമിലി ഫീഹിന്ന മിസ്ല അജ്രി 50 റജുലാ. ഈ സമയത്ത് നന്മ ചെയ്യുന്നവരാൽ ഹിജാബ് ധരിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി, പർദ്ദ ധരിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി, കേൾക്കണം സഹോദരിമാരെ, സ്കൂളിൽ പോയി ഹിജാബ് ധരിച്ച് മുഖം മറച്ച് നടക്കുന്ന പെൺകുട്ടികളെ ക്ലാസ്മേറ്റും കോളേജ് മീറ്റും പരിഹസിച്ചേക്കാം. നീ ഏത് സൂര്യനുദിക്കാത്ത ലോകത്ത് നിന്ന് വന്നതാണെന്ന് ചോദിച്ചേക്കാം. ഒരു കാലഘട്ടത്തിൽ ഞെരിയാണിക്ക് മുകളിൽ ഫാൻസ് ധരിക്കുമ്പോൾ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് എവിടെ ജീവിച്ചിരിക്കുന്നത്, അങ്ങനെ ചോദിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരാൾ, അള്ളാഹുവിന്റെ ദീനിൽ അധിഷ്ഠിതമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ, അവർക്കെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് നന്മ ചെയ്യുന്ന ആളുകൾ സ്വഹാബാക്കളെ, നിങ്ങളിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ലഭിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഇപ്പൊ സ്വഹാബാക്കളുടെ സ്ഥാനത്തേക്ക് എങ്ങനെ എത്തിപ്പെടാം? ഈ കാലഘട്ടത്തിൽ ക്ഷമിക്കുക, നന്നായി അമൽ ചെയ്യുക, അതന്നെ വഴി. സ്വഹാബാക്കൾ 50ഓളം സ്വഹാബാക്കളുടെ സ്ഥാനം നമ്മൾക്ക് ലഭിക്കുന്നതാണ്. ലിൽആമിലി ഫീഹിന്ന മിസ്ല അജ്രി 50 റജുലൻ യഅമലൂന മിസ്ല അമലിക്കും. നിങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന 50ഓളം നിങ്ങളിൽപ്പെട്ട ആളുകളുടെ പ്രതിഫലമാണ് അവരിൽ ഒരാൾക്ക് ഞാൻ നൽകുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസ് കാണാം, മാ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി. എൻ്റെ സമുദായം ആകെ ഫസാദിലും ഫിത്നയിലും പ്രയാസങ്ങളിലും അനുഭവപ്പെടുന്ന സമയം എൻ്റെ സമൂഹത്തിന് ഒന്ന് നെഞ്ചു വിരിച്ച് ഐ ആം എ മുസ്ലിം എന്ന് പറയാൻ ധൈര്യം വരാത്ത കാലം, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി. എൻ്റെ സമുദായം മോശക്കാരാകുമ്പോൾ ഞാൻ മോശക്കാരാവുന്നില്ല. നാട്ടുകാരൊക്കെ മോശമാണ്, എല്ലാ വീട്ടിലും TV ഉണ്ട്, ഞാൻ വെക്കുന്നില്ല. എൻ്റെ ചങ്ങാതിമാരൊന്നും ഹിജാബ് ധരിക്കുന്നില്ല, കുഴപ്പമില്ല, ഞാൻ ധരിക്കും. എൻ്റെ ചങ്ങാതിമാരൊന്നും നിസ്കരിക്കാറില്ല, എന്നാൽ ഞാൻ നിസ്കരിക്കും. ചങ്ങാതിമാരൊക്കെ ഹാഫ് ട്രൗസറാണ് കളിക്കുമ്പോഴുന്നത്, എന്നാൽ പിന്നെ ഞാനൊരു 3x4 ഇട്ട് കളിക്കാൻ പോകും. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി.
എന്റെ സമുദായം മോശമാകുമ്പോൾ എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചു ജീവിക്കുന്ന ആളുകൾ ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, 100 കണക്കിന് ശുഹദാക്കളുടെ പ്രതിഫലമാണ് അല്ലാഹു അവർക്ക് നൽകാൻ പോകുന്നത്. ആരാണ് ശുഹദാക്കള്? മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള 100 കണക്കിന് ശുഹദാക്കളുടെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എവിടെ നിന്നാണ് ഈ മതം ഉണ്ടാക്കിയത്? ഇത് തുടക്കം കുറിച്ചത് എവിടെ നിന്നാണ്? അല്ലാഹു തുടക്കം കുറിക്കുന്നത് ആദം നബി അലൈഹിസ്സലാമിലൂടെ. പിന്നിങ്ങനെ പാരമ്പര്യമായി പ്രവാചകന്മാർ വന്നു. അവസാനത്തെ പ്രവാചകനായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. നബി തങ്ങളുടെ കാലശേഷം ഉഹുദ് യുദ്ധത്തിലാണല്ലോ മഹാനായ നബി തങ്ങളുടെ പിതൃവ്യനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ലോകത്തോട് ഇവിടെ പറയുന്നത്, ഷഹീദാകുന്നത്. നബി തങ്ങൾ കരഞ്ഞുപോയ ദിവസമായിരുന്നു അത്. നബി തങ്ങൾ കരഞ്ഞുപോയ ദിവസമായിരുന്നു അത്. കൊന്നിട്ടും അവർക്ക് മതി വരാതെ ശരീരം 2 കഷ്ണമാക്കി നെഞ്ചകം പുലർത്തി അതിലുള്ള കരള് പറിച്ചെടുത്ത് ചവച്ചു തുപ്പി മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ചെവി മുറിച്ചെടുത്ത് കാതിലെ കമ്മലായി ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? എന്ത് തെറ്റിന്റെ പേരിലാണ് ഈ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്? എന്ത് ദുരിതമാണ്, എന്ത് ബുദ്ധിമുട്ടാണ് അവരുണ്ടാക്കിയത്? കള്ളു കുടിക്കല്ലേ എന്ന് പറഞ്ഞതോ? വ്യഭിചരിക്കല്ലേ എന്ന് പറഞ്ഞതോ? കുടുംബബന്ധം പുലർത്തണമെന്ന് പറഞ്ഞതോ? നബി തങ്ങൾ ഹംസ എന്ന് പറഞ്ഞാൽ പേടിച്ചു പുറക്കുമായിരുന്നില്ലേ? മക്കയിലെ ഹംസ എന്ന് പറഞ്ഞാൽ മണൽത്തരികൾക്ക് പോലും പരിചയമുണ്ടല്ലോ. ആ ഹംസ റളിയല്ലാഹു അൻഹു ധീരമായ യുഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്യുമ്പോ മരത്തിന്റെ പിന്നിൽ മറഞ്ഞു നിന്ന് വഹ്ശി ശക്തമായ വിഷത്തിലൂറ്റിയ ചാട്ടുളി ഹംസയുടെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞതെന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അല്ലാഹു അല്ലാതെ വേറെ ദൈവമില്ല, മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ. അതുപോലെ ഇന്ന് നമ്മൾ ബർമയിലാണെങ്കിലും മ്യാൻമറിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ലോകത്തിന്റെ മുക്കുമൂലകളിൽ മുസ്ലിമീങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് കാരണമെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ. ഏതെങ്കിലും ഒരു മതത്തെ ചീത്ത പറയാൻ നിങ്ങൾ പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മതത്തിന്റെ അവരുടെ ആരാധ്യ വസ്തുവിനെ നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ലാ തസുബ്ബുല്ലദീന യദഊന അല്ലാഹുവിനെയല്ലാതെ മറ്റുള്ള ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്ന 100 കണക്കിന് ഇസങ്ങളും മതങ്ങളുമുണ്ട്. അവരുടെ ദൈവങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കരുത്, അവരുടെ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത പറയരുത്, അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. കാഫിരീങ്ങളെ ബഹുമാനിക്കണം, അമുസ്ലിമീങ്ങളെ ആദരിക്കണം, അവരെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച് പരിശുദ്ധ ഇസ്ലാമിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞത് കാരണത്താലല്ലേ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതനുഭവിക്കും കാരണം നമ്മളെക്കാൾ മുമ്പ് ഈ പരിശുദ്ധമായ മതത്തെ ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി മഹാന്മാരായ സ്വഹാബാക്കൾ ഏറ്റെടുത്ത ത്യാഗങ്ങൾ ഇതിനേക്കാളും വലുതാണ്. മഹാനായ ഹംസത്തുൽ ഖറാർ വലിയ മുതലാളിയായിരുന്നു, ധനികനായിരുന്നു, നാടിൽ വാക്കുകൾക്ക് വിലയുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ലോകത്തോട് വിട പറയുമ്പോൾ, ഷഹീദാകുമ്പോൾ അദ്ദേഹത്തിന്റെ കഥയെന്ത്? لقد رأيت حمزة وما وجدنا له ثوبا لكفنه. വലിയ മുതലാളിയായിരുന്ന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ രണാങ്കണത്തിൽ വളരെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു. എന്നിട്ട് മറമാടാൻ കൊണ്ടുപോകുമ്പോൾ കഫൻ ചെയ്യാൻ കുപ്പായം തികയുന്നില്ല, കഫൻ മുട തികയുന്നില്ല. അദ്ദേഹത്തെ മറമാടാനുള്ള കഫനില്ല, കഫൻ പുടയില്ല. അത് വാങ്ങിക്കാനുള്ള പൈസ സഹാബാക്കളുടെ കയ്യിലില്ല. കേൾക്കണം എന്റെ സഹോദര, കേൾക്കണം എന്റെ ചെറുപ്പക്കാരി,
നാളുകൾ തോറും മാസങ്ങൾ തോറും 1, 2, 3, 4 ജോഡി വസ്ത്രങ്ങൾ വാങ്ങിച്ചിട്ട് ഓരോ കല്യാണത്തിന് ഓരോ കുപ്പായങ്ങള്, ഓരോ ഫംഗ്ഷന് ഓരോ കുപ്പായങ്ങള്, ഒരു സെന്റ് ഓഫിന് വേറെ, ഒരു ഫാമിലി മീറ്റിന് വേറെ, ഒരു ആർട്ട് ഫെസ്റ്റിന് വേറെ, യൂത്ത് ഫെസ്റ്റിവലിന് വേറെ, റബീഉൽ അവ്വലിന് വേറെ, അങ്ങനെ ഓരോ ഫംഗ്ഷനുകൾക്കും ഓരോ കല്യാണങ്ങൾക്കും ഓരോ വസ്ത്രങ്ങൾ വാങ്ങിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിലെ ന്യൂജൻ ചെറുപ്പക്കാരികളോട് പറയാനുള്ളത്, പരിശുദ്ധമായ ഇസ്ലാം മതം ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ വ്യാപിക്കാനും പ്രചരിപ്പിക്കാനും ഒരുപാട് പ്രയത്നം സഹിക്കേണ്ടി വന്ന മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞിട്ട് മറമാടാൻ നോക്കുമ്പോ കഫൻ പുടയില്ല, കഫൻ ചെയ്യാൻ കുപ്പായമില്ല. എന്നാ പിന്നെ സഹാബാക്കൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് കുപ്പായം ധരിപ്പിച്ച് കഫൻ ചെയ്യിപ്പിച്ച് കബറെടുക്കാന്ന് പറഞ്ഞാൽ സഹാബാക്കളുടെ ആരെ കയ്യിലും പൈസ ഇല്ല. 3 കഷ്ണം തുണി വാങ്ങിക്കാൻ പൈസ ഇല്ലാതെയാണ് ലോകത്തോട് പറഞ്ഞത്. ഒരു ബുർദയാണ്, ഒരു തട്ടമാണുള്ളത്. ആ തട്ടം കൊണ്ട് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ കാൽപാദങ്ങളെ മറച്ചു വെച്ചാൽ ഖറജ റഅസുഹു, തലമറക്കാൻ പറ്റുന്നില്ല. വഇദാ ഗത്തൈനാ ബിഹാ റഅസഹ, ആ തട്ടം കൊണ്ട് തലയാണ് ആദ്യം മറക്കുന്നതെങ്കിൽ ഖറജത് റിജ്ലാ, അദ്ദേഹത്തിന്റെ കാലുകൾ വെളിവാകും. എന്നിട്ട് ആ തട്ടം കൊണ്ടാണ് മഹാനായ ഹംസത്തുൽ ഖറാറിന്റെ തല ഞങ്ങൾ മറച്ചത്. എന്നിട്ട് കാല് മറച്ചത് പുല്ലുകൾ വെച്ചിട്ടാണെന്ന് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. കാല് മറച്ചത് പുല്ലുകൾ കൊണ്ട്, തല മറച്ചതൊരു തട്ടം കൊണ്ട്. 3 കഷ്ണം തുണിക്കഷ്ണം അവർക്ക് മറമാടാൻ ലഭിച്ചിട്ടില്ല. അത് വാങ്ങാൻ സഹാബാക്കളുടെ കയ്യിൽ പൈസയില്ല, അത് വാങ്ങാൻ മുത്തുനബിയുടെ കൈകളിൽ കാശില്ല. ഇങ്ങനെയാണ് ഇസ്ലാം വളർന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലഖദ് തസവ്വജതു ഫാത്തിമത ബിൻത മുഹമ്മദിൻ, ലോകത്തിന്റെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ ഞാൻ കല്യാണം കഴിക്കുകയുണ്ടായി. ലോകത്തിന്റെ അഷ്റഫുൽ ഖൽഖായ ഉത്തമ സൃഷ്ടിയായ മദീനയുടെ രാജകുമാരൻ, മദീനയുടെ മുത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോൾ ഫാത്തിമയെ ഞാൻ കല്യാണം കഴിക്കുകയുണ്ടായി. ഒമാലി വലഹാ ഫിറാശ്, എനിക്കും അവൾക്കുമായി ഒരു തട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്കും ഫാത്തിമയ്ക്കുമായി ഒരു വിരിപ്പേ ഉണ്ടായിട്ടുള്ളൂ. ആ വിരിപ്പിലാണ് നനാമു അലൈഹി, രാത്രി ഉറങ്ങിയിരുന്നത് ആ വിരിപ്പിലാണ്. കേൾക്കണം, രാത്രി ഉറങ്ങിയിരുന്നത് ആ ഒരു വിരിപ്പിലായിരുന്നു. അത് കഴിഞ്ഞാൽ രാവിലെയായാൽ ആ വിരിപ്പിൽ പകലിൽ ഞങ്ങളുടെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രമായിരുന്നു ഞാനും ഫാത്തിമയും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന വിരിപ്പ്. ഇതാരാണ് പറയുന്നത്? ഇത് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ലോകത്തിന്റെ മുത്തായ നബി തങ്ങളുടെ പൊന്നുമോള് കിടന്നുറങ്ങുന്നത് രാവിലെ പശുക്കൾക്കും ഒട്ടകങ്ങൾക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാത്രമായി വിരിച്ചു കൊടുത്തിരുന്ന വിരിപ്പ് രാത്രി അത് കഴുകി വൃത്തിയാക്കി ഉറങ്ങാൻ ഉപയോഗിച്ചിരുന്നു എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്. വമാലി ഖാദിമുൻ ഗൈറഹാ, എനിക്ക് ഫാത്തിമ എന്ന എൻ്റെ ഭാര്യയല്ലാത്തൊരു ഖാദിമത്തായ ഒരു പെണ്ണ് പോലും ഉണ്ടായിട്ടില്ല. അതിനുള്ള കാശ് അവരുടെ കയ്യിലില്ല. ഇത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് മുള്ള വിതറിയ റോഡിലൂടെ, മുള്ള വിതറിക്കിടക്കുന്ന ചിതറിക്കിടക്കുന്ന പാതകളിലൂടെ, ദുർഘടമായ പാതകൾ അതിജീവിച്ചിട്ടാണ് ഈ മഹത്തായ ഇസ്ലാം ഇവിടെ വളർന്ന് പന്തലിച്ചത്. നമ്മൾക്കതിന്റെ പ്രയാസം മനസ്സിലാക്കിയിട്ടില്ല, ഇതിന്റെ തുടക്കം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. എത്ര കഷ്ടപ്പാടാണ് അവർ അനുഭവിച്ചത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലഖദ് റഅയ്തു 70 മിൻ അഹ്ലി സുഫാ, നബി തങ്ങളുടെ കൂടെ തന്നെ ഇൽമു പഠിച്ചിരുന്ന, ദർസ് പഠിച്ചിരുന്ന 70ഓളം സഹാബാക്കൾ എനിക്ക് പരിചയമുണ്ട്. ഇൽമു പഠിക്കാൻ നബി തങ്ങളുടെ സദസ്സിലുണ്ടായിരുന്ന 70ഓളം സഹാബാക്കൾ എനിക്ക് പരിചയമുണ്ട്. മാ മിൻഹും റജുലുൻ അലൈഹി റിദാഉൻ മിമ്മാ ഇസാർ, തട്ടവും തുണിയും രണ്ടുള്ള ഒരാൾ 70-ൽ ഒരാൾ ഉണ്ടായിട്ടില്ല. കുപ്പായവും തുണിയും. നമ്മളൊക്കെ കുപ്പായുടെ ഒരു തുണിയിടും,
കുപ്പായവും തുണിയും രണ്ടുമുള്ള ഒരാൾ ആ സദസ്സിലുണ്ടായിട്ടേ ഇല്ല. 70 ആളിൽ ഒരാൾക്കും കുപ്പായമില്ല. ഒന്നുകിൽ കുപ്പായം അല്ലെങ്കിൽ തുണി, ഒന്നുകിൽ കുപ്പായം അല്ലെങ്കിൽ തുണി, രണ്ടുമുള്ള ഒരാൾ ആ 70 പേരിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു തട്ടമാണ് അവരുടെ കഴുത്തിൽ അവർ ചുറ്റിവെച്ചിരുന്നത്. ആ തട്ടം കഴുത്തിൽ നിന്ന് താഴോട്ടിട്ടാൽ മുട്ടിന്റെ അല്പം താഴെ വരെ എത്തുന്ന ആളുകൾ ഉണ്ടായിരുന്നു. മുട്ടിന്റെ തുണിയില്ല, ഉടുക്കാൻ തുണിയില്ല, കുപ്പായിടും. ആ കുപ്പായം നമ്മളെ നെര്യാണിയുടെയും മുട്ടിന്റെയും മധ്യത്തിലേക്ക് എത്തും ചില ആളുകളുടേത്. ചില ആളുകളുടേതോ നെര്യാണി വരെ ചില ആളുകളുടെ കുപ്പായം എത്തുമായിരുന്നു. എന്നാൽ ആ കുപ്പായം അവർ ഇങ്ങനെ മറച്ചു പിടിക്കുമായിരുന്നു. കാറ്റ് വന്നാൽ കുപ്പായം ഒന്ന് പാറിപ്പോയാൽ അവരുടെ ഔറത്ത് കാണുമല്ലോ. കാറ്റ് വരുമ്പോ കുപ്പായത്തിന്റെ ആ 2 സൈഡുകളൊന്നും മാറിപ്പോയാൽ, തുണിയുടെ ഒരറ്റം മാറിപ്പോയാൽ അവരുടെ ഔറത്ത് കാണപ്പെടുമല്ലോ എന്ന് ഭയന്നിട്ട് തന്റെ കൈകൾ കൊണ്ട് ചുരുട്ടി പിടിച്ചിട്ടാണ് അവർ കുപ്പായം ധരിച്ചിരുന്നത് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുമ്പോൾ 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വന്ന നമ്മൾ അള്ളാഹു സമ്പത്ത് നൽകിയിരിക്കുകയാണ്. അള്ളാഹു ഔദാര്യങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ഓരോന്നോരോ അള്ളാഹു വേണ്ടുവോളം നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അള്ളാഹുവിനെ സ്തുതിക്കാനോ അള്ളാഹുവിന് വേണ്ടി നന്മ ചെയ്യാനോ നമ്മൾ തയ്യാറാവുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം വരുന്നത്. അള്ളാഹു അനുഗ്രഹം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് സ്വഹാബാക്കൾക്കല്ലേ. അള്ളാഹു അനുഗ്രഹം കൊടുക്കൽ സമ്പത്താണ് ഖൈറെങ്കില്, മുതൽ ലഭിക്കലാണ് ഖൈറെങ്കില് അള്ളാഹു നൽകേണ്ടത് സ്വഹാബാക്കൾക്കും അള്ളാഹുവിന്റെ ഹബീബിനുമാണ്. അശദ്ദുന്നാസി ബലാഅനിൽ അംബിയാ, ലോകത്ത് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത് അത് അമ്പിയാക്കളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ലോകത്ത് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിടുക, പ്രയാസം ഉണ്ടാവുക, ബുദ്ധിമുട്ടുണ്ടാവുക, കഷ്ടപ്പാടുണ്ടാവുക അത് പ്രവാചകന്മാർക്കാണ്. എന്നാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാരെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാരെ? അത് അമ്പിയാക്കൾ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാരെ? അമ്പിയാക്കളാണ്. അമ്പിയാക്കൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകളുള്ളൂ. എന്ന് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം നൽകിയത് അമ്പിയാക്കൾ. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നല്ലാഹ തആല ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തലാ, അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ ആ അടിമയ്ക്ക് അള്ളാഹു പ്രയാസങ്ങൾ നൽകും. കടങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, വീടുണ്ടാവൂല, ജോലി ഉണ്ടാവൂല, മക്കളുണ്ടാവൂല, മക്കളെ ലഭിച്ചാൽ തന്നെ അതിലും ഒരുപാട് രോഗങ്ങള്. ഇങ്ങനെ അള്ളാഹു ബുദ്ധിമുട്ടിക്കും. എന്തിനത്? നീ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ, നീ ക്ഷമിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അള്ളാഹു ക്യാൻസർ തരും, ഷുഗർ തരും, പ്രഷർ തരും, കൊളസ്ട്രോൾ തരും, ഒക്കെ തരും. ഇതൊക്കെ അള്ളാഹു നിന്നോടുള്ള സ്നേഹം കൊണ്ട് തരികയാണ്. അള്ളാഹു നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തരികയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കിടക്കുന്ന ഒരു സ്വഹാബി വനിതയെ കാണാൻ ചെന്നു. സ്വഹാബി വനിത ഇങ്ങനെ പിറുപിറുക്കാൻ, ഇങ്ങനെ ഉള്ളതുണ്ടാവില്ലേ, എന്തെങ്കിലും അസുഖം വരുമ്പോൾ എന്നല്ല പറഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടാക്കൂലേ, അതുപോലെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുക, പിറുപിറുക്കാണ്. മാലക്കി തുസഫ്സഫീൻ, എന്തിനാണ് പെണ്ണെ ഇങ്ങനെ പിറുപിറുക്കുന്നത്? ചില ആളുകളില്ലേ, എന്തെങ്കിലും നടുവേദന അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു പരിക്ക് പറ്റിയാൽ തന്നെ പടച്ചോനെ എന്നിട്ട് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കും വീട്ടിൽ. പെണ്ണുങ്ങൾക്ക് പിന്നെ സ്വസ്ഥത ഉണ്ടാവില്ല, അവിടെ തടാനും ഇവിടെ തടാനും വിളിച്ചിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. മാലക്കി തുസഫ്സഫീൻ, എന്തിനാണ് പെണ്ണെ ഇങ്ങനെ പിറുപിറുക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ പിറുപിറുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറയുകയുണ്ടായി, അൽഹമ്മാലാ ബാറകല്ലാഹ്, ഹലാക്കിൻ്റെ ഒരു പനി. നാട്ടിൽ എങ്ങനെ പറയുന്ന അറിയില്ല എനിക്ക്, പനി പിടിച്ച് ബുദ്ധിമുട്ട് നമ്മൾ പനിയെ ചീത്ത പറയൂലേ, ചത്ത പനി എന്നൊക്കെ പറയുന്നത് പോലെ ഹലാക്കിൻ്റെ ഒരു പനി എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബിൽ ഹുമ്മാ, പനിയെ നിങ്ങൾ ചീത്ത പറയരുത്, പനിയെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. ക്യാൻസർ വന്നാലും ഷുഗർ വന്നാലും പ്രഷർ വന്നാലും കൊളസ്ട്രോൾ വന്നാലും
ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഭക്ഷണത്തിന് പകരം ഗുളികകൾ ഭക്ഷണമായി കഴിക്കേണ്ട അവസ്ഥ വന്നാലും രോഗങ്ങളെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, രോഗങ്ങളെ നിങ്ങൾ ചീത്ത പറയരുത്. കാരണം എന്തേ? ഒരു രോഗം വരുമ്പോഴേക്കും ആയിരക്കണക്കിന് പാപങ്ങളാണ് അള്ളാഹു പുറത്തു തരുന്നത്. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരും. വളരെ നല്ല രീതിയിൽ സഹകരിക്കുക. പരിപാടിക്കൊക്കെ ചിലവുണ്ട്. ആ പരിപാടിയുടെ ചിലവൊക്കെ ഒരു ബക്കറ്റിൽ നിന്ന് തന്നെ ശരിയാകുന്ന രീതിയിൽ നല്ലൊരു തുക നൽകി എല്ലാവരും സഹകരിക്കുക. പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ. എന്താ കുടിക്കാൻ കൊടുക്കുന്ന? എന്താ നിങ്ങൾ ആകെ വേല കേൾക്കുന്ന ആൾക്ക് കുടിക്കാൻ, വേല പറയുന്ന ആൾക്കൊന്നുമില്ല. ചുക്കാപ്പിയ ചൂടുള്ള ചുക്കാപ്പി. നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു ഒരു ഷുഗർക്ക് ബാധിച്ച് ഒരുപാട് ആളുകൾ ഉണ്ടാകും. അവർക്ക് എന്തൊരു കഷ്ടമാണ്. ഒരു ജ്യൂസ് കഴിക്കാൻ പറ്റൂല അല്ലേ, ഒരു ചായ കുടിക്കാൻ പറ്റൂല, ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഒരു ബേക്കറി സാധനം ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. അത് വലിയൊരു പരീക്ഷയാണ്. അതിൽ ക്ഷമിച്ച് പടച്ചോൻ തന്നല്ലേ, കുഴപ്പമില്ല, ഞാൻ ക്ഷമിക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ ആ ഒരു ഷുഗർ മതി നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാൻ. ഒരു ഷുഗർ രോഗം മതി സ്വർഗത്തിലെത്തിക്കാൻ. പക്ഷെ നാട്ടുകാരോടൊക്കെ ഇത് പറഞ്ഞു തന്നാൽ അതിൻ്റെ പ്രതിഫലം പോകും. ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ക്യാൻസറിൻ്റെയും അടിമയായി രോഗിയായി മാറിയാൽ അത് സ്വർഗത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്ന് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരു രോഗം അല്ലാഹു നൽകിയാൽ ഒരു മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ അയാളുടെ ശരീരത്തിൽ നിന്ന് അല്ലാഹു തിന്മകളെയും പാപങ്ങളെയും അല്ലാഹു മായ്ച്ചു കളയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതുവരെ പറഞ്ഞത് സ്വഹാബാക്കളുടെ വേഷവിധാനങ്ങളുടെ കഥകളാണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് അവരുടെ വിശപ്പിന്റെയും അവരുടെ ജീവിതത്തിന്റെയും അവരുടെ പട്ടിണിയുടെയും കഥകളാണ്. ആലോചിക്കണം എന്റെ ചെറുപ്പക്കാർ, ഈ സ്വഹാബാക്കൾക്ക് വേണമെങ്കിൽ സുഭിക്ഷമായി വലിയ മുതലാളിമാരായി ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള പെണ്ണ്, ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ജീവിക്കാൻ മക്കയിൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണേ, ഇവർക്ക് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, അധികാരം, പെണ്ണ്, ഇവരാഗ്രഹിക്കുന്നതൊക്കെ നൽകാനും ഇവരെ ആദരിക്കാനും തയ്യാറായി മക്കയിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഇസ്ലാമായി മുസ്ലിമായില്ലെങ്കിൽ അവരാദരിക്കാൻ അവിടെ ആളുണ്ട്. മുസ്ലിമായില്ലെങ്കിൽ അവർക്ക് സുഖമാണ്, മുസ്ലിമായില്ലെങ്കിൽ അവർക്ക് ദുനിയാവ് സ്വർഗമാണ്. കാരണം എന്ത് വേണമെങ്കിലും തരാനും കൊടുക്കാൻ ആളുണ്ട്. ഈ സ്വർഗം മുസ്ലിമായില്ലെങ്കിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗം ഇതൊക്കെ കണ്ട്, ഈ സ്വർഗമല്ല എനിക്ക് വേണ്ടത്, മുസ്ലിമായിട്ട് ഞാൻ അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങളാണ് എനിക്ക് വേണ്ടത്. കാരണം ദുനിയാവിൻ്റെ സ്വർഗം താൽക്കാലികമാണ്, ആഖിറത്തിലെ പാരത്രിക ലോകത്തെ സ്വർഗം അത് അനന്തമാണ്, അതൊരിക്കലും നശിക്കാത്ത ലോകമാണ്. ഇവിടെ 60 വരെയാ ജീവിക്കുക, അവിടെ 600 6000 60 6 ലക്ഷമോ എത്ര വർഷം ജീവിച്ചാലും മരിക്കൂല. അപ്പോൾ അതുകൊണ്ട് ദുനിയാവിൻ്റെ സ്വർഗം എനിക്ക് വേണ്ട. സുഖങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു പ്രയാസങ്ങളെ നേരിടാൻ വേണ്ടി സ്വഹാബാക്കൾ തയ്യാറായിട്ട് ഇസ്ലാമിലേക്ക് കടന്നവരാണ്. ഇവിടെ അത്ഭുതം. അതുകൊണ്ടാണ് സ്വഹാബാക്കളെ കുറിച്ച് ഒരാൾ പറഞ്ഞത്, സ്വഹാബ, the followers of Prophet Muhammad is the third miracle of the world. ലോകത്തിലെ മൂന്നാമത്തെ അത്ഭുതം നബിതങ്ങളുടെ, ലോകത്തിലല്ല, നബിതങ്ങളുടെ മൂന്നാമത്തെ മുഅ്ജിസത്ത് അത് സ്വഹാബാക്കളാണ്. നബിതങ്ങൾക്ക് ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട്. കൈകൾക്കിടയിൽ നിന്ന് വെള്ളം വന്നത്, ചന്ദ്രന്റെ കഷ്ണമാക്കി പുലർത്തിയത്, ഖുർആൻ, ഇങ്ങനെ ഇഷ്ടം പോലെ അനവധി. അതിൽ മൂന്നാമത്തെ അത്ഭുതം സ്വഹാബാക്കളാണ്. കാരണം he converted uncultured and civilized the barbarians of the Arabia. സംസ്കാരശൂന്യരായ കാട്ടാളന്മാർ ബാർബേറിയൻസ്, ഒരു വിവരമില്ലാത്ത അധപതിച്ചു പോയൊരു സമൂഹത്തെയാണ് ലോകത്തിന്റെ വിപ്ലവ നേതാക്കളാക്കി അള്ളാഹുവിന്റെ ഹബീബ് മാറ്റിയത്. ഞാൻ ആദ്യം തുടങ്ങി വെച്ചല്ലോ, കള്ളിന് വേണ്ടി പെണ്ണിന് വേണ്ടി ജീവിച്ചിരുന്ന ആ ഒരു സംസ്കാരത്തെ ഹറാം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന രീതിയിലേക്ക് വളർത്തിയത് നബിതങ്ങളാണ്. ആ സഹാബാക്കൾക്ക് അവിടെയാണ് സുഖമുള്ളത്. ഇസ്ലാം വിശ്വസിച്ചാൽ പ്രയാസമാണ്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. വളരെ രഹസ്യമായിട്ട് കേൾക്കണം, വളരെ രഹസ്യമായിട്ട്. യജമാനൻ അറിഞ്ഞാൽ കൊല്ലുമെന്ന് ഉറപ്പാണ്. നബി തങ്ങളോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്
മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവല്ലാതെ വേറെ ഒരു ദൈവമില്ല എന്നും നബിയെ അങ്ങന്റെ പ്രവാചകനാണെന്നും ഞാൻ വിശ്വസിക്കുകയാണ് നബിയെ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ബിലാലെ വളരെ രഹസ്യമാക്കി വിശ്വസിച്ചാൽ മതി, പരസ്യമാക്കരുത്. പരസ്യമാക്കിയാൽ നിങ്ങളെ കൊന്നുകളയും. ബിലാൽ തങ്ങൾ പറഞ്ഞു, എന്നെ കൊന്നാലും കുഴപ്പമില്ല, ഞാൻ പരസ്യമായിട്ട് ഇസ്ലാം പറയും. എന്നെ കൊന്നാലും കുഴപ്പമില്ല, എനിക്ക് മരണത്തെ പേടിയില്ല നബിയെ, മരണത്തെ പേടിയില്ല നബിയെ. ഞാൻ പരസ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. യജമാനൻ വീട്ടിലേക്ക് വന്നപ്പോൾ യജമാനനോട് പറഞ്ഞു, ഞാൻ മുസ്ലിമാണെന്ന്. ഞാൻ മുസ്ലിമാണ്, അള്ളാഹുവിനെ കൊണ്ടും ഹബീബിനെ കൊണ്ടും ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. അല്ലാഹുവല്ലാതെ വേറെ ദൈവമില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. അല്ല, പിന്മാറണം. പിന്മാറിയില്ലെങ്കിൽ കൊന്നുകളയും. കൊന്നോ, എനിക്ക് പ്രശ്നമല്ല, ഞാൻ ഇതിൽ നിന്ന് പിന്മാറൂല. ശക്തമായി മരുഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോയി ശരീരത്തെ നിരന്തരമായി അടിച്ചിട്ട് ക്ഷീണിപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളക്കുന്ന വെള്ളം ശരീരത്തിലേക്ക് ഒഴിച്ചിട്ട് പാറക്കല്ലുകൾ കൊണ്ടുവന്ന് ശരീരത്തിലേക്ക് വെച്ചിട്ട് വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തിട്ട്, ഇതൊക്കെ ചാടകമൊക്കെ തീറ്റിച്ചിട്ടില്ല ഇന്ന് നമ്മുടെ ഈ നമ്മുടെ ഈ ഇന്ത്യയിൽ, നമ്മുടെ മഹാഭാരതത്തിൽ ചാണകം തീറ്റിച്ചിട്ടില്ലേ? എന്തിനേറെ നോമ്പ് നോറ്റ ഒരു മുസ്ലിമായ ഒരു സഹോദരനെ നിർബന്ധിച്ചിട്ട് ഭക്ഷണം കഴിപ്പിച്ചിട്ടില്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ? ഇതൊക്കെ ഉണ്ടാവും, ക്ഷമിക്കാം. ഇതിനേക്കാളും വലുതനുഭവിച്ചു മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തു, ചാട്ടവാറ് കൊണ്ട് നിരന്തരമായി അടിച്ച് ശരീരത്തിൽ നിന്ന് ഇറച്ചി കഷ്ണങ്ങൾ വരെ തെറിച്ചുപോയി. എന്നിട്ട് ചോദിച്ചു, പിന്മാറാൻ തയ്യാറുണ്ടോ? ഇല്ല. എന്റെ ചെവി മുറിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, എന്റെ കാലുകൾ മുറിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, എന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, എന്റെ ശരീരം കഷ്ണം കഷ്ണമായി തുണ്ടം തുണ്ടമാക്കി മരുഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞ് കഴുകന്മാർക്ക് ഭക്ഷണമാക്കി നൽകാനും നിങ്ങൾക്ക് സാധിച്ചേക്കാം. പക്ഷേ എന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്ന പരിശുദ്ധമായ മതം, അള്ളാഹുവിന്റെ ദീൻ, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു. അവരുടെ ഈമാൻ ഇത്രയും വലുതായിരുന്നു. ഇപ്പൊ വിശ്വസിച്ചില്ലെങ്കിൽ അവർക്ക് സ്വർഗമുണ്ട്, വിശ്വസിച്ചാൽ അവർക്ക് പ്രയാസമാണ്. സ്വർഗം ഒഴിവാക്കി അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാൻ. കാരണം അവർ കണ്ടത് ദുനിയാവിന്റെ സ്വർഗമല്ല, ആഖിറത്തിലെ സ്വർഗമാണ്. അല്ലാഹു ആ സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്വഹാബാക്കളിൽ പ്രമുഖരായ പല ആളുകളും 3 ദിവസം അവർ ഭക്ഷണം പോലും കഴിക്കാറില്ല. 3 ദിവസം ഭക്ഷണമായിട്ട് അവരൊന്നുപോലും കഴിച്ചിട്ടില്ല. നമ്മളൊന്ന് എണീറ്റിക്കോ, 1 മണിക്കൂറായി. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. പോകണ്ടായിരിക്കെങ്കിലും തിരക്കുള്ള ആളുണ്ടോ? തിരക്കുണ്ട പോയിക്കൂടി, കുഴപ്പമൊന്നുമില്ല. തിരക്കില്ലാത്ത ആളുകൾ മാത്രം നാട്ടിലെ മനസ്സാ. ബക്കറ്റ് വന്നില്ലേ? മനസ്സാക്കി പത്രി ഉണ്ടോ? ബക്കറ്റ് വന്നില്ല, പോയിക്കൂടി. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. മെഹ്മാൻ ഉസ്താദാണ് ഇവിടുത്തെ ഈ ചുറ്റുഭാഗത്തൊക്കെ സജീവമായി എവിടെ പോയാലും കാണുന്നത്. അൽഹംദുലില്ലാഹ്, ജീവിതം തന്നെ സമസ്തയ്ക്ക് വേണ്ടി മാറ്റിവെച്ച മറ്റൊരാളാണ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് തിരക്കുള്ള ആൾ പോയിക്കോട്ടെ, ഇല്ലാത്ത ആളുകൾ ഇരുന്നോളൂ. ഇനി ഒരു 9:45 ഒരു 10:30 വരെ ഇൻഷാ അല്ലാഹ്, ഒരു 3/4 മണിക്കൂർ കൂടി അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, 3 ദിവസമായിട്ട് സഹാബാക്കൾക്ക് ഭക്ഷണം പോലും ലഭിച്ചിട്ടില്ല എന്നാണ്. ഞാൻ ഇന്ന് ഒച്ചിട്ടിട്ട് പ്രസംഗിച്ചാലേ എനിക്ക് നാളെ മുതൽ പ്രസംഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പ്രസംഗിക്കാം. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ അവസ്ഥ മനസ്സിലാക്കണം. സത്യത്തിൽ ഇത് ചേലക്കാടല്ലേ,
ചേലക്കാട്ടുകാർക്ക് കൊടുത്തൊരു ഡേറ്റാണ്. അപ്പോൾ ഞാൻ വിശ്രമത്തിന് വേണ്ടിയിട്ട് കുറേ തുടർച്ചയായിട്ട് 15 ദിവസമൊക്കെ വേല പറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അവൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിളിപ്പിച്ചത് യമാനിയായിപ്പോയി. എൻ്റെ തെറ്റാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിളിപ്പിച്ചത് യമാനി ഉസ്താദിനാണ്. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. വിളിച്ചത് മൂപ്പർക്കറിഞ്ഞ് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് ഇവരെ കൊണ്ട് അതിങ്ങനെ ആക്കി. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്, അതുകൊണ്ടാണ് മൈക്ക് നല്ലത് വേണമെന്ന് പറയുന്നത്. സ്റ്റേജിലേക്ക് തന്നെ ഒരു 5000 വാട്സ് ബോക്സ് വെക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ മൈക്കിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ ആൾക്ക് എത്ര മൈക്ക് വേണം അതൊക്കെ ചോദിക്കും, ശരിയാണ്. എന്നാലും നമ്മുടെ ആരോഗ്യം കൂടി നമ്മൾ നോക്കണ്ടേ. മൈക്കിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു വലിവ് വരും. ആ വലിവുണ്ടെങ്കിൽ 2 മണിക്കൂർ ഇങ്ങനെ പിടിച്ച് പ്രശ്നമുണ്ട്. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിനക്ക് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല മൈക്ക് വെക്കുക എല്ലാവരും. അള്ളാഹു നല്ല രീതിയിൽ തെറ്റുകളൊന്നും ചെയ്യാതെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാനും ദീനിൻ്റെ ദഅവത്ത് നടത്താനും പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അപ്പം 3 ദിവസമായി സ്വഹാബാക്കൾക്ക് ഭക്ഷണമില്ല. 3 ദിവസമായിട്ട് ഭക്ഷണമില്ല. ഇങ്ങനെ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുമ്പോൾ ആടിൻ്റെയോ ഒട്ടകത്തിൻ്റെയോ തോല് ലഭിച്ചാൽ, അതിൻ്റെ തോല് ലഭിച്ചാൽ അതിനവർ പൊരിക്കുമായിരുന്നു. തോലിൽ പൊരിക്കും. ഒട്ടകത്തിൻ്റെ തോല്, ആടിൻ്റെ തോല്, അത് പൊരിച്ചെടുത്തിട്ട് നല്ലൊരു ഷവായി, യശ്വീഹ ഷവായി, ഫയഅകുലുഹ, അതിന് തിന്നുമായിരുന്നു. ഫഇദാ ലം യജിദ് ശൈഅൻ, ഈ തോല് 3 ദിവസമായി കഴിക്കാൻ അവർക്ക് ലഭിച്ചില്ലെങ്കിൽ അഖദ ഹജറ, ഒരു കല്ലെടുത്തിട്ട് അവർ വയറ്റിൽ കെട്ടിവെക്കുമായിരുന്നു. സ്വഹാബാക്കൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ വയറിൽ കെട്ടിവെച്ച കല്ല് കാണിച്ചപ്പോ നബി തങ്ങൾ സ്വഹാബാക്കൾക്ക് തൻ്റെ വയറൊന്ന് കാണിച്ചു കൊടുത്തു. നിങ്ങളൊരു കല്ലാണ് വെച്ചതെങ്കിൽ എൻ്റെ വയറ്റിലുള്ളത് 3 കല്ലുകൾ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഒന്ന് നടുവൊടിഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ട് ഒന്ന് സ്റ്റോണായി നിൽക്കാൻ വേണ്ടി, ഒന്ന് ആണിനെ പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിലേക്ക് വയറ്റിലേക്ക് 3 കല്ലുകൾ വെച്ചു അള്ളാഹുവിൻ്റെ ഹബീബ് കെട്ടിയിരിക്കുകയാണ്. പ്രയാസങ്ങൾ സഹിക്കാതെ സ്വർഗമില്ല എന്നവർക്കറിയാം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ജീവിക്കുന്ന നമ്മൾക്കും സ്വർഗം ലഭിക്കേണ്ടേ? أم حسبتم ما تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ അനുഭവിച്ചതുപോലെ, അവർക്ക് ഉണ്ടായ പ്രയാസങ്ങൾ പോലെ, അവർക്ക് നേരിട്ട വെല്ലുവിളികൾ പോലെ നിങ്ങളും അനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് മുമ്പ് അനുഭവിച്ചു പോയ മഹാന്മാരായ സ്വഹാബാക്കളും പ്രവാചകന്മാരും അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ സഹിക്കാതെ സ്വർഗം ലഭിക്കുമെന്ന് സ്വപ്നം പോലും കാണരുത്. പ്രയാസമാണ് സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടി. കാരണം ഹുഫ്ഫത്തിൽ ജന്നത്തു ബിൽ മകാരി, സ്വർഗം അല്ലാഹു സൃഷ്ടിക്കുകയും ആ സ്വർഗത്തെ അല്ലാഹു ആവരണം ചെയ്തത് പ്രയാസങ്ങൾ കൊണ്ടാണ്. സ്വർഗത്തെ അള്ളാഹു സൃഷ്ടിച്ച് അതിനെ ആവരണം ചെയ്തത് പ്രയാസം കൊണ്ടാണ്. ഈ പ്രയാസം സഹിക്കാതെ എങ്ങനെ സ്വർഗത്തിലേക്ക്? ഈ സ്റ്റേജിലേക്ക് വരണമെങ്കിൽ 4-5 കല്ലുകളൊക്കെ കയറി വരണം, വേറൊരു വഴിയില്ല. എങ്കിലും ഇവിടെത്താൻ കല്ല് കയറാതെ എനിക്ക് വരാൻ പറ്റൂലല്ലോ. 4-5 ചുമരുണ്ട് ഇവിടെ. ആ ചുമരൊക്കെ ചാടിയിട്ടാണ് സ്റ്റേജിലേക്ക് എത്തേണ്ടത്, വേറൊരു വഴിയില്ല. എനിക്കാണെങ്കിൽ ഇവിടെ എത്തിപ്പെടും വേണം. അപ്പം ഞാൻ ഇങ്ങനെ എത്തിപ്പെടാൻ ശ്രമിക്കും. ആദ്യം ആ ബൗണ്ടറി കയറും, അടുത്തേൽ ചാടും, എത്ര വലിയ പ്രയാസമാണെങ്കിലും അത് സഹിച്ചിട്ട് ഞാൻ ഈ സ്റ്റേജിലെത്തും. അതുപോലെയാണ് സ്വർഗം. ഇതാണ്. ഇതിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ നിറയെ പ്രയാസമാണ്, നിറയെ പ്രശ്നമാണ്. ഈ പ്രയാസങ്ങളൊക്കെ മറികടന്നാലാണ് ഈ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുക. അല്ലാഹു നമ്മൾക്ക് സ്വർഗം നൽകട്ടെ. അല്ലാഹു നമ്മൾക്ക് സ്വർഗം നൽകട്ടെ. നട്ടെല്ലും നിവർന്നു നിൽക്കാൻ വേണ്ടി കല്ല് വെച്ചിട്ടാണ് മഹാന്മാരായ സ്വഹാബാക്കളെല്ലാം ജീവിച്ചിരുന്നത് എന്ന് മഹാനായ മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരിക്കൽ അല്ലാഹുവിൻ്റെ ഹബീബ് നല്ല നബിയുടെ സലാത്ത് കേൾക്കുമ്പോൾ സലാത്ത് പോലും ചെല്ലുന്നില്ലല്ലോ. പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മുഖമാകെ വിവർണമായിരിക്കുകയാണ്. നബി തങ്ങളാകെ ക്ഷീണിച്ചിരിക്കുകയാണ്. മുഖം കണ്ടപ്പോൾ ഒരു സ്വഹാബിക്ക് വിഷമമായി. നബിയെ എന്ത് പറ്റി നബിയെ? മുഖമാകെ മാറിയിരിക്കുന്നല്ലോ, വിളറി വിളിച്ചിട്ടുണ്ടല്ലോ, വിളറി വെളുത്തുപോയിട്ടുണ്ടല്ലോ, എന്തു പറ്റി നബിയെ? അപ്പോഴാണ് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്, മോനെ 3 ദിവസമായി എൻ്റെ ഈ ശരീരത്തിലേക്ക് ഒരു ഭക്ഷണം പോലും കയറിയിട്ടില്ല.
നമ്മൾ ഒരു നേരം തന്നെ 3 ദിവസത്തെ ഭക്ഷണം കഴിക്കാൻ. ലത്തീഫ് ഖാൻ്റെ വീട്ടിലെ ഭക്ഷണം ഉണ്ടായത് നല്ല ഭക്ഷണമായിരുന്നു. വലിയ ആടിൻ്റെ തലയൊക്കെ ഉണ്ടായിരുന്നു. എന്ത് പേര്? ജമാൽ ഖാൻ്റെ വീട്ടിൽ വലിയ ആടിൻ്റെ തലയൊക്കെ ഉണ്ടായിരുന്നു. ആടിൻ്റെ തല നിങ്ങളുടെ നാട്ടിൽ പുതിയാപ്പിള കൊടുക്കുന്ന ഭക്ഷണമായിരിക്കും അല്ലേ? നാട്ടിലുണ്ട് ആ ഭക്ഷണം. അപ്പോൾ അതൊക്കെ ഉണ്ടായി നമ്മൾ അടിച്ചു മാറി 3 ദിവസത്തെ ഭക്ഷണം നമ്മൾ ഒരു നേരത്തെ കഴിക്കാൻ. അവർ ഒരു നേരത്തെ ഭക്ഷണം 3 ദിവസത്തിൽ അവർ കിട്ടിയിട്ടില്ല. അതാണ് നമ്മളവർ തമ്മിലുള്ള വ്യത്യാസം. തിരിയുന്നുണ്ടല്ലോ? നമ്മൾ ഇന്ന് ഒരു നേരത്തെ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് 3 ദിവസത്തിൽ കിട്ടിയിട്ടില്ല. നമ്മൾക്കോ അവരുടെ 3 ദിവസത്തിൽ അവർക്ക് കിട്ടാത്ത ഭക്ഷണം ഒരു ദിവസത്തിൽ ഒരു സമയത്ത് നമ്മൾ കിട്ടണം. 3 സമയത്തല്ല, ഒരു സമയത്ത് നമ്മൾ കിട്ടണം. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുക അവരെ പോലെ സ്വർഗത്തിലെത്താൻ. ആ സ്വർഗത്തിലേക്ക് എത്താൻ കുറച്ച് അമലൊക്കെ ചെയ്യണം. അല്ലാഹു നമ്മൾക്ക് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വിരളി വെളുത്തപ്പോ സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, അല്ലാഹുവിൻ്റെ ഹബീബേ, മുത്തു നബിയേ, എന്തേ നിങ്ങളുടെ മുഖമാകെ വാടിപ്പോയിട്ടുണ്ടല്ലോ? നബി തങ്ങൾ പറഞ്ഞു, 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. സഹാബി ഓടിപ്പോയി സഹാബി. അങ്ങനെ പോകുമ്പോഴാണ് ഒരു ജൂതൻ തൻ്റെ തോട്ടത്തിലേക്ക് ബക്കറ്റിൽ ഇങ്ങനെ വെള്ളമൊഴിച്ചു കൊണ്ടിരിക്കുന്നത്. തൻ്റെ കൃഷിയിടത്തിലേക്ക് ബക്കറ്റ് കൊണ്ടുവന്ന് ഒഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രംഗം കാണാനിടയായി. ജൂതനോട് ചോദിച്ചു, അല്ല സഹോദര, നിങ്ങൾ ഒഴിക്കുന്ന ജോലി ഞാൻ എടുത്തോട്ടെ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഞാൻ ചെയ്തോട്ടെ? അതെന്തേ? അല്ല, ഞാനൊരു ബക്കറ്റ് വെള്ളം നിങ്ങളുടെ ഈ കൃഷിയിടത്തിലേക്ക് ഒഴിച്ചാൽ ഒരു ബക്കറ്റിന് ഒരു ഈത്തപ്പഴം എന്ന രീതിയിൽ നിങ്ങൾ എനിക്ക് സാലറി തരുമോ? തരാം. അങ്ങനെ ആ സ്വഹാബി ബക്കറ്റ് വെള്ളം കൃഷിയിടത്തിലേക്കൊക്കെ ഒഴിച്ച് എത്ര ബക്കറ്റായി എണ്ണവുമായി ജൂതന്റെ സമീപത്തേക്ക് ചെന്നു. ഇത്ര ബക്കറ്റ് ഒഴിച്ചു, അത്ര ഈത്തപ്പഴം എണ്ണിക്കൊടുത്തു. ആ ഈത്തപ്പഴവുമായിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് സ്വഹാബി. സ്വന്തം കഴിച്ചിട്ടില്ല. ഒരു പക്ഷേ സ്വഹാബി ഇതിനേക്കാളും വലിയ പട്ടിണിയായിരിക്കും നബി തങ്ങൾക്ക് കൊടുക്കാൻ. ബദർ യുദ്ധം നടക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൈകളിലുള്ളത് യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന്. നിങ്ങളുടെ കൈകളിലുള്ളത് യുദ്ധത്തിന് വേണ്ടി സംഭാവന ചെയ്യണമെന്ന്. എല്ലാവരും അവരവരുടെ കയ്യിലുള്ളത് കൊടുത്തപ്പോ ഒരു സ്വഹാബിക്ക് കൊടുക്കാനൊന്നുമില്ല. വീട്ടിൽ മക്കളും ഭാര്യമാരും പട്ടിണിയാണ്. നാളെ രാവിലെ എണീറ്റ് യുദ്ധത്തിന് പോകണം. രാത്രിയാണ് ഈ കൽപ്പന വരുന്നത്. വീട്ടിൽ മക്കൾക്കോ ഭാര്യമാർക്കോ ഭക്ഷണമില്ല. ഞാൻ യുദ്ധത്തിന് പോയാൽ ഭാര്യയുടെയും മക്കളുടെയും ചെലവാരാണ് നോക്കുക? കുഴപ്പമില്ല. രാത്രി ഉറങ്ങാതെ ഒരു ജൂതനായ ഒരു സഹോദരന്റെ വീട്ടിൽ പകല് വരുന്നവരെ, സുബഹിയാകുന്നത് വരെ ബക്കറ്റിൽ വെള്ളം നിറച്ചു കൊടുത്തു. ആ തോട്ടത്തിലേക്കും കന്നുകാലികൾക്കും വെള്ളം നിറച്ചു കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടി 2 മുദ്ദ് ധാന്യമണി കിട്ടി. 2 മുദ്ദ് ധാന്യമണി. അതിലൊരു മുദ്ദ് തൻ്റെ വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്തു. അതിൽ 2ാമത്തെ മുദ്ദ് നേരെ ചെന്നു ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. രാത്രി ഒരുപോലെ കണ്ണടക്കാതെ, രാത്രി ഒരുപോലെ ഉറങ്ങാതെ, താൻ അധ്വാനിച്ച, താൻ ജോലി ചെയ്ത് ക്ഷീണിച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ സമ്പാദ്യത്തിന്റെ പകുതിയും തന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചിട്ട് യുദ്ധത്തിന് പോയി മഹാന്മാരായ സഹാബാക്കൾ. എല്ലാവരും എന്താ പറയാ? രാവിലെ കളിയുണ്ട്, നാളെ എന്തെങ്കിലും ടൂർണമെന്റ് ഉണ്ട്, എന്നാ മോനെ വേഗം കിടന്നുറങ്ങ്, ഇല്ലെങ്കിൽ നാളെ ക്ഷീണമായി പോകും. അങ്ങനെ പറയാ, വേഗം കിടന്നുറങ്ങ്, എക്സാമാണ് മോനെ, വേഗം കിടന്നുറങ്ങും, ഇല്ലെങ്കിൽ നാളെ എക്സാമിൽ ഉറങ്ങിപ്പോകും. ഇതൊക്കെയാണ് പറയാ. പക്ഷേ അവർക്ക് ആവേശം ലഭിച്ചത് ഉറങ്ങാതെ വിശ്രമിക്കാതെ രാത്രിയിൽ വരെ അധ്വാനിച്ചിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ യുദ്ധത്തിന് പോവുകയാണ്. അറിയണേ എൻ്റെ ചെറുപ്പക്കാരാ, ഇതൊക്കെ സഹിച്ചിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാം ഇവിടേക്ക് എത്തിയത്. നമ്മളായിട്ട് ഇതിനെ നശിപ്പിക്കരുത്. ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് പരിശുദ്ധമായ ദീൻ ഇവിടെ എത്തിയത്, ഇവിടേക്ക് എത്തിപ്പെട്ടത്. നമ്മളായിട്ട് ഇതിനെ നശിപ്പിക്കരുത്. മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാടുകളില്, മുസ്ലിമീങ്ങൾ കൂടുതലുള്ള കലാലയങ്ങളിലെ ക്യാമ്പസുകളിൽ
സാംസ്കാരികമായിട്ടുള്ള അധപ്പതനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പല സ്ഥാപനങ്ങളിൽ നിന്നും, പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും, പല കലാലയങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചു. മുസ്ലിം ചെറുപ്പക്കാരാണ് കഞ്ചാവിന്റെ അടിമകൾ, മുസ്ലിം ചെറുപ്പക്കാരാണ് വിഹിത ബന്ധത്തിന്റെ അടിമകൾ, മുസ്ലിം ചെറുപ്പക്കാരാണ് വിദ്യാർത്ഥിനികളാണ് സ്ഥാപനത്തിൽ അക്രമാസക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നത്. മുസ്ലിമീങ്ങൾ എന്തിന്റെ പേര്? ആര് പഠിപ്പിച്ചു ഇത്? നാട്ടിലും പള്ളിയിലും ജമാഅത്തിലും തെറ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നിരന്തരം പ്രഭാഷണങ്ങൾ നടക്കുമ്പോ, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോ, തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നാട്ടിലും കുടുംബങ്ങളിലും വീടിലും നഷ്ടപ്പെടുമ്പോ, ആ സ്വാതന്ത്ര്യം സ്ഥാപനത്തിൽ പോയി നിങ്ങൾ ആഘോഷിക്കുകയാണോ എന്ന് തോന്നിപ്പോവാറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും വാർത്തകൾ കേൾക്കുമ്പോ. സഹോദര, പറയാനുള്ളതാണ്, നമ്മൾ കാരണമായി ഈ പരിശുദ്ധമായ ദീനിനൊരു നന്മ നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ഈ ദീനിന് നമ്മൾ കാരണം ഒരു കോട്ടമുണ്ടാക്കരുത്, ഒരു ദുഷ്പേരുണ്ടാക്കരുത്, ഒരു മോശപ്പേരുണ്ടാക്കരുത്. സ്ഥാപനത്തിലെ ടീച്ചേഴ്സോ അധ്യാപകന്മാരോ HMO പറയരുത്, ഇവൻ വന്ന ശേഷമാണ് ഈ ക്ലാസ് മോശമായത്, ഇവൻ വന്ന ശേഷമാണ് ഈ സ്ഥാപനം മോശമായത്, ഇവൻ വളരെ മോശക്കാരനായ സ്വഭാവക്കാരനാണ്. മുസ്ലിമീങ്ങളെ കുറിച്ച് ആളുകൾ മോശം പറയാൻ നിങ്ങളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. നിങ്ങൾ അറിയണോ, മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വലഖദ് റഅയ്തുനി മഅ റസൂലില്ലാഹി മിൻ മക്ക, ഞാൻ നബി തങ്ങളുടെ കൂടെ മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖറജ്തു മിനൽ ലൈലി അബൂൽ, രാത്രിയിൽ മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പോൾ ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി പുറത്തുപോയി. അങ്ങനെ ഞാൻ മൂത്രമൊഴിക്കുമ്പോ വഇദാ അന അസ്മഉ ബികഅകഅതി ഷൈഇൻ, ഒരു ശബ്ദം കേൾക്കുകയാണ്. രാത്രിയിൽ വീട്ടിൽ നിന്ന് മൂത്രമൊഴിക്കാൻ പിടിച്ചപ്പോൾ ഞാൻ പുറത്തു പോയി, ഞാൻ മൂത്രമൊഴിക്കുമ്പോൾ ഒരു ശബ്ദം എനിക്ക് കേൾക്കാനിടയായി. എങ്ങനെ ശബ്ദം? ഒരു വെള്ളം ഒരു ഇലക്കഷ്ണത്തിലേക്കോ ഒരു തോലിൻ കഷ്ണത്തിലേക്കോ ഒരു പേപ്പറിലേക്കോ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ മൂത്രമൊഴിക്കുമ്പോൾ ആ വെള്ളം തട്ടുന്ന സ്ഥലത്ത് നിന്നൊരു ശബ്ദം എനിക്ക് കേൾക്കാനിടയായി. ഒരു ശബ്ദം, വെള്ളറ്റി വീഴുമ്പോൾ ശബ്ദം ഉണ്ടാവൂലേ? വെള്ളറ്റി വീഴുമ്പോൾ ശബ്ദം നിങ്ങൾക്കറിയാം, അതുണ്ടാക്കാൻ എനിക്കറിയില്ല, ഞാൻ മിമിക്രിക്കാരനല്ലല്ലോ, അല്ല മിമിക്രിൻ്റെ ആളൊന്നല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടു. അപ്പോഴേക്കും ഞാൻ നോക്കി, ഒട്ടകത്തിന്റെ ഒരു തോൽ താഴെ കിടക്കുകയാണ്. ആ ഒട്ടകത്തിന്റെ തോലിലേക്കാണ് ഞാൻ മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് ഒട്ടകത്തിന്റെ ചെറിയൊരു കഷ്ണം തോലുണ്ട്. ആ തോൽ ഉണങ്ങിയ ഒരു തോലാണ്. അത് അപ്പോഴാണല്ലോ ശബ്ദം കേൾക്കുക. ആ തോലിലേക്കാണ് ഞാൻ മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുന്നത്. ആ തോലിനെ ഞാൻ എടുത്തു, ആ തോല് ഞാൻ കഴുകി, അതെടുത്തിട്ട് ഞാൻ കഴുകി. പിന്നെ ഞാൻ അതിനെ തീയിലിട്ട് പൊരിച്ചു, പിന്നെ ഞാൻ അതിനെ തിന്നു, പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. ആ ഒരു തോലിന്റെ കഷ്ണം കഴിച്ചത് മുതൽ പിന്നെ 3 ദിവസത്തേക്ക് ഞാൻ വേറെ ഭക്ഷണം കഴിച്ചിട്ടില്ല. 3 ദിവസത്തേക്കുള്ള അത്താഴമായിരുന്നു. ആ താഴെ നിന്ന് ലഭിച്ച ഒരു കഷ്ണം തോല് എന്ന് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു. മനസ്സിലായോ? ഒരു കഷ്ണം തോല്, അത് നമ്മുടെ മൂത്രത്തിൽ നിന്നെടുത്ത് അത് കഴുകി വൃത്തിയാക്കി തീയിലിട്ട് പൊരിച്ചു, കഴിച്ചു, അതിൻ്റെ കൂടെ വെള്ളം കുടിച്ചു. അത് അത്താഴമാണ്, 3 ദിവസത്തേക്കുള്ള അത്താഴം. ഇവരൊക്കെ പോയ സ്വർഗത്തിലേക്കാണ് നമ്മൾക്കൊക്കെ പോവേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ അവസാന കാലഘട്ടത്തിൽ നന്മ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നാവൽതു നബിയ കിസ്റതൻ മിൻ ഖുബ്സി ശഈർ, ബാർലിയാലുള്ള ഒരു റൊട്ടിയുടെ കഷ്ണം ഞാൻ എൻ്റെ ഹബീബായ എൻ്റെ പിതാവിന് നൽകി. അത് വാങ്ങിച്ചപ്പോൾ എൻ്റെ മുത്തു നബി എന്നോട് പറഞ്ഞത്, ഫഖാല ലഹാ ഹാദാ അവ്വലു തആമിൻ അകലഹു അബൂകി മിൻദു 3 അയ്യാം. പൊന്നുമോളെ ഫാത്തിമ, 3 ദിവസമായിട്ട് നിന്റെ ഉപ്പ ഭക്ഷണം കഴിച്ചത് 3 ദിവസത്തിന് ശേഷം ഈ ബാർലിയുടെ റൊട്ടിയാണ് എന്ന് ഫാത്തിമയോട് അല്ലാഹുവിൻ്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ശഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ അള്ളാഹുവിൻ്റെ ഹബീബിന് വെള്ളം നൽകാതെ, ഭക്ഷണം നൽകാതെ, അവിടേക്ക് ഒരു വസ്തു പോലും നൽകാതെ ഉപരോധിക്കുകയാണ് 3 മാസത്തോളം മക്കക്കാരായ മുശ്രിക്കീങ്ങൾ. 3 മാസം ഒരു പർവ്വതത്തിന്റെ താഴ്വരയിൽ, ശഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന ഒരു പർവ്വതത്തിന്റെ താഴ്വരയിൽ അള്ളാഹുവിൻ്റെ ഹബീബിനെയും സ്വഹാബാക്കളെയും ബന്ദിയാക്കി വെക്കുകയാണ്. അവർക്ക് കഴിക്കാൻ ബാർലിയില്ല, റൊട്ടിയില്ല, ധാന്യമണികളില്ല, കുടിക്കാൻ വെള്ളമില്ല. പിന്നെ എങ്ങനെയാണ് അവർ ജീവിച്ചതെന്നറിയോ? അവിടെയുള്ള താഴ്വരയിലുള്ള പച്ചമരങ്ങളുടെ ഇലകൾ കഴിക്കുകയാണ്. അത് കഴിക്കാനുള്ള മരമാണോ അല്ലേ എന്നതല്ല ചർച്ച. ആ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഗതികെട്ടാൽ പുല്ലും തിന്നുമെന്ന് പറഞ്ഞതുപോലെ ഗതികെട്ടപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ലാതെ, പട്ടിണി വേറെ പട്ടിണി അകറ്റാൻ ഒരു വസ്തു പോലുമില്ലാതെ പ്രയാസം അനുഭവിച്ചപ്പോ അവിടെയുള്ള മരങ്ങളുടെ ചില്ലകൾ പറിച്ചെടുത്തിട്ട് ആടുകൾ കഴിക്കുന്നത് പോലെ, പശുക്കൾ കഴിക്കുന്നത് പോലെ, മൃഗങ്ങൾ കഴിക്കുന്നത് പോലെ പച്ചിലകൾ കഴിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഹബീബും സഹാബാക്കളും ഒരുപാട് ദിവസം ജീവിക്കുകയുണ്ടായി. എന്നിട്ട് കേൾക്കണോ, ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ, മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഹബീബും സഹാബാക്കളും കാഷ്ടിച്ചിരുന്നു എന്ന് ചരിത്രത്തിലും ഹദീസുകളിലും കാണാം. പച്ചില കഴിച്ചിട്ട് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെയായിരുന്നു നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരുടെ ജീവിതം. ഇതായിരുന്നു. ഇതൊക്കെ പഠിക്കണ്ടേ നമ്മൾ? എൻ്റെ ചെറുപ്പക്കാരാ, ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? ആകൊരു മൊയ്തീനിൻ്റെയും കാഞ്ചനമാലയുടെയും കഥ പഠിച്ചാൽ മതിയോ? അത് മതിയോ? ഇത് പഠിപ്പിക്കാൻ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നില്ല. മാതാപിതാക്കൾക്ക് സമയമില്ല. ഇത് പഠിപ്പിക്കാൻ നമ്മുടെ ഉപ്പമാർക്ക് സമയമില്ല. മദ്രസയിലാണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനേ സമയം കിട്ടാറില്ല. പിന്നെ എപ്പോഴും ഇതൊക്കെ പഠിക്കുക? വാലിന് വന്നാലും വാലിനിരിക്കൂല. പുറത്തെവിടെയെങ്കിലും മങ്ങാടിയുണ്ടെങ്കിൽ, പുറത്തെവിടെയെങ്കിലും ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് നമ്മുടെ മക്കൾ സറ പറയും. പിന്നെ ആരോടാണ് ഈ വാല പറയുന്നത്? പിന്നെ ആ ചെറുപ്പക്കാരെങ്ങനെയാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത്? ഈ ചെറുപ്പക്കാരെയാണ് ചാനലുകാർ ഫോക്കസ് ചെയ്യുന്നത്. വാലിന് വരാതെ, മദ്രസയിൽ പഠിക്കാതെ, ദീനീബോധമില്ലാതെ, ജുമാക്ക് ശേഷമുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാതെ തെമ്മാടികളായി അലഞ്ഞു തിരിയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ എല്ലാ നാടുകളിലുമുണ്ട്. ആ ചെറുപ്പക്കാരെയാണ് മുസ്ലിമീങ്ങളായി മുദ്രകുത്തി തീവ്രവാദികളായി, വർഗീയവാദികളായി, ബുദ്ധിശൂന്യരായി, സംസ്കാരശൂന്യരായി നമ്മുടെ പത്രക്കാരും നമ്മുടെ ചാനലുകാരുമൊക്കെ പെരുമ്പറ മുഴക്കി പബ്ലിഷ് ചെയ്യുന്നത്, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ നാട്ടിലെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, അകന്ന് നിൽക്കരുതേ. വാല് നടക്കുമ്പോൾ മാറി നിൽക്കരുതേ. ഈ വാലിൻ്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഒരു സദസ്സാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പാപമുണ്ടാവൂല. ഇവിടെ ഇരുന്ന് പോകുമ്പോഴേക്കും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു തരും. ഇവിടെ ഇരിക്കുന്ന ആളുകൾ പരാജയപ്പെടൂല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നിങ്ങളുടെ ബസ് സ്റ്റാൻഡിനെക്കാളും നല്ലത്, നിങ്ങളുടെ ക്ലബ്ബുകളെക്കാളും നല്ലത്, നിങ്ങളുടെ വീടിനെക്കാളും നല്ലത് ഈ ഇൽമിന്റെ സദസ്സാണ്. ഗതകാല ചരിത്രത്തിൽ നിങ്ങൾ അറിയാതെ ചെയ്തത്, നിങ്ങൾ അറിഞ്ഞു ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, വൻദോഷങ്ങള്, ചെറുദോഷങ്ങള്, മഹാപാപങ്ങള്, ഹറാമുകൾ എല്ലാം പൊറുക്കപ്പെടുന്ന സദസ്സാണിത്. ഈ സദസ്സിൽ നിന്ന് എണീറ്റ് പോകുമ്പോഴാണ് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തത്, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളുടെ പാപം ഞാൻ പുറത്തു തന്നിരിക്കുകയാണ്. ഈ സദസ്സിനെ കുറിച്ചാണ് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തത്. അവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടൂല എന്ന്. അതുകൊണ്ട് സദസ്സിലേക്ക് വരൂ. വഅലിന്റെ സദസ്സുകൾ അവഗണിക്കരുത്, ഇൽമിന്റെ സദസ്സുകൾ നിങ്ങൾ അവഗണിക്കരുത്. ഈ സദസ്സാണ് ഈമാനിന്റെ ഗ്രാഫ് ഉയർത്തുന്നത്. ഈ സദസ്സാണ് ഈമാനിന്റെ ആവേശം നൽകുന്നത്. ഈ സദസ്സാണ് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നത്. ഈ സദസ്സുകളാണ് ഹൃദയത്തിൽ കളഞ്ഞ് കറ പുരണ്ടു നിൽക്കുന്ന ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നത്, സംസ്കരിക്കുന്നത്, അതിനെ ശുദ്ധീകരിക്കുന്നത്. ഈ വാല് കേൾക്കുമ്പോഴാണ് മനസ്സ് നന്നാവുന്നത്. ഈ സദസ്സുകൾ മറന്നുപോവല്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നല്ലവരായ ആളുകളിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. ഇതിവരുടെ ഭക്ഷണത്തിന്റെ കഥയാണെങ്കിൽ ഇനി ഇവരുടെ ജീവിതത്തിൽ ഇവരനുഭവിച്ച പ്രയാസങ്ങളുടെ കഥകൾ ഇനി പറയണം. സമയമില്ല, വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു 20 മിനിറ്റ് കൂടി, 10:10 ഒരു 20 മിനിറ്റ് കൂടി. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു മുസ്ലിമായതിന്റെ പേരിൽ അദ്ദേഹം നന്മ പറഞ്ഞു എന്നാണ്.
തോന്നിവാസിയായ രാജാവിന്റെ മുന്നിൽ, തോന്നിവാസിയായ അധികാരിയുടെ മുമ്പിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ആവർത്തിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട മഹാനായ പണ്ഡിതനാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ. ഇന്നോ അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടി, അധികാരികളുടെ എച്ചിൽ കഴിക്കാൻ വേണ്ടി, എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്കും സ്ഥാനമോഹങ്ങൾക്കും വേണ്ടി അധികാരികൾക്ക് ഓശാന പാടുന്നവരായി പണ്ഡിതന്മാരിന്ന് തരം താഴ്ന്നു പോയിരിക്കുകയാണ്. കേരളക്കാർക്കല്ല, ഇന്ത്യയുടെ ഓരോ പൗരന്മാർക്കും പച്ചപോലെ അറിയുന്ന കലാപങ്ങളെ കുറിച്ച് ഞാൻ അങ്ങനെ ഒരു കലാപത്തെക്കുറിച്ച് അറിയില്ല. ഇന്നാലിന്ന വ്യക്തികളെ കുറിച്ച്, ഇന്നാലിന്ന പ്രധാനമന്ത്രിയെക്കുറിച്ച് ആളുകൾ കുറ്റപ്പെടുത്തുമ്പോൾ അത് തിരുത്തി കൊടുക്കുന്ന ആളുകൾ ഒരു ആലിമിനെ കുറിച്ച്, ഒരു പണ്ഡിതനെ കുറിച്ച് തോന്നിവാസം വിളിച്ചു പറയുമ്പോൾ തിരുത്തി കൊടുക്കാൻ തയ്യാറാവാറില്ല. പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, അള്ളാഹുവിന്റെ ഹബീബിനെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല. ഹബീബിന്റെ ശരീരം ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞവർ, അവർക്ക് വേണ്ടി ഓശാന പാടുക, അവർക്ക് വേണ്ടി ശബ്ദിക്കുക, അവരുടെ കൂടെ ജീവിക്കുക, അവരുടെ എച്ചിൽ കഷ്ണം ഭക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഇങ്ങനെയായി പണ്ഡിതന്മാരെ തരം താഴരുത്. നമ്മളെങ്ങനെയായി മാറാൻ പാടില്ല. പണ്ഡിതന്മാർ തന്നെ ഇങ്ങനെ ആയാൽ, നമ്മൾ തന്നെ ഇങ്ങനെ മോശമായാൽ പിന്നെ ബാക്കിയുള്ള ആളുകളുടെ കഥകൾ എന്താ ചെയ്യരുത്, വളരെ മോശമാണ്. അപ്പൊ ഇങ്ങനെ നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു ചരിത്രമാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റേത്. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഈ മഹാന്റെ പേര് പറഞ്ഞാൽ കരയുമായിരുന്നു. സഈദ് ഇബ്നു ജുബൈർ എന്ന് പറഞ്ഞാൽ കരയുമായിരുന്നു. സഈദ് ഇബ്നു ജുബൈർ എന്ന് പറഞ്ഞാൽ ഫബക, കരയും. എന്നിട്ട് പറയും, ലഖദ് ഖുതില സഈദ് ഇബ്നു ജുബൈർ വമാ അഹദുൻ അല ദുനിയാ മിനൽ മുസ്ലിമീന വമാ അഹദുൻ അല ദുനിയാ മിനൽ മുസ്ലിമീന. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ലോകത്തോട് ഇവിടെ പറയുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്കെല്ലാം അദ്ദേഹത്തിന്റെ ഇൽമിന്റെ ആവശ്യമുണ്ടായിരുന്നു. അത്രയും വലിയ ആലിമായിരുന്നു. അയാളിൽ നിന്ന് പഠിച്ചു തീർന്നിട്ടില്ല, അയാളിൽ നിന്ന് കേട്ട് കൊതി തീർന്നിട്ടില്ല, പൂതി തീർന്നിട്ടില്ല. ഇയാൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇൽമു പൂർണ്ണമായും പഠിച്ചെടുക്കാതെയാണ് അദ്ദേഹം ലോകത്തോട് ഇവിടെ പറയുന്നത്. ആളുകൾക്കൊക്കെ വിഷമം വന്നു എന്ന് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. കാന സവ്വാമൻ ഖവ്വാമൻ, രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന മഹാനായിരുന്നു, പകലിൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുന്ന മഹാൻ. രാത്രി മുഴുവനും നിസ്കാരം, രാവിലെ മുഴുവനും നോമ്പ്. നമ്മളോ രാത്രി മുഴുവനും ഉറക്ക്, രാവിലെ മുഴുവനും ഉറക്ക്, രാവിലെ ഉറക്ക്, രാത്രി ഉറക്ക്. ഇനി എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ അത് മൊബൈലിന്റെ മുമ്പിലാണ്, അത് മൊബൈൽ എടുത്തിട്ട് മുമ്പിലാണ്. കാന സവ്വാമൻ ഖവ്വാമൻ, നോമ്പ് നോക്കുന്ന ആളായിരുന്നു, രാത്രി മുഴുവനും നിസ്കരിക്കുന്ന ആളായിരുന്നു. ഒരു തെറ്റു കണ്ടാൽ കാന ആരിലൽ ഹജ്ജാജ്, ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരി, പക്ഷേ വൃത്തികെട്ട ഭരണാധികാരി, മുസ്ലിമാണ്, സംസ്കാരശൂന്യൻ, അക്രമിയും കൊലയാളിയും നിഷ്ഠൂരനുമായ, ചോര കൊണ്ട് ചഞ്ചായമണിയിച്ച ഒരു നിഷ്ഠൂരനായ ഭരണാധികാരിയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. മുസ്ലിമാണ്. മുസ്ലിം എന്ന് പറഞ്ഞ് നമ്മൾ തെറ്റുകാർ അംഗീകരിക്കില്ലല്ലോ. തെറ്റുകാരൊന്നും തെറ്റുകാർ തന്നെയാണ്, തീവ്രവാദികളൊന്നും തീവ്രവാദികൾ തന്നെയാണ്, നമ്മൾ അവർ അംഗീകരിക്കില്ലല്ലോ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് ചോര കുടിച്ചു ദാഹം തീർത്ത ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ തല കൊടുക്കേണ്ടി വന്ന മഹാനാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. ജുമുഅ നിസ്കാരം കഴിഞ്ഞിട്ട് ഹജ്ജാജ് നേതൃത്വം കൊടുക്കുകയാണ്. അന്ന് വലിയൊരു അത്ഭുതമാണ്. ഇത്രയും വലിയ തെമ്മാടിയാണ് ഹജ്ജാജ്, എന്നാലും ജുമുഅക്ക് ഇമാം ഹജ്ജാജാണ്, ജുമുഅക്ക് ഖുതുബ ഹജ്ജാജാണ്, ജുമുഅക്ക് ഖുതുബ കഴിഞ്ഞിട്ട് പ്രഭാഷണം ഹജ്ജാജാണ്. കാരണം അന്ന് ഭരണാധികാരികളാണ് ഇമാമ് നിൽക്കുക, ഖലീഫമാരെ ഇമാമ് നിൽക്കുക. ജുമുഅ നിസ്കാരം കഴിഞ്ഞു, ഖുതുബ കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, പ്രഭാഷണം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് തന്റെ ആരാച്ചാരെ വിളിച്ചിട്ട് പറഞ്ഞു, തന്റെ പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, സഈദ് ഇബ്നു ജുബൈറിനെ കൊണ്ടുവരണം. അദ്ദേഹം അവരൊക്കെ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. ഉറക്കെ ഡോർ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ സഈദ് റളിയല്ലാഹു അൻഹു മനസ്സിലായി ഇത് നമ്മളെ കൊണ്ടുപോകാനുള്ള വരവാണ്. ഫലമ്മാ റആ വുജൂഹഹും, അവരുടെ മുഖം കണ്ടപ്പോൾ
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ ബരമേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഡോർ തുറക്കുന്നത്. തുറക്കുമ്പോൾ ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ പട്ടാളക്കാർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, പടച്ചോനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. എന്തിനാ വന്നത്? മാ തുരീദൂൻ, എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇൻതലിറു, അവര് പറഞ്ഞു ഹജ്ജാജ് ഇബ്നു യൂസുഫ് നിങ്ങളെ വധിക്കാൻ, നിങ്ങളെ കൊണ്ടുപോകാൻ കൽപ്പിച്ചിരിക്കുകയാണ്. ശരി, ഓക്കെ, ഇൻതലിറു പ്ലീസ് വെയിറ്റ്, കുറച്ച് വെയിറ്റ് ചെയ്യ്, ഞാൻ വരാം, കുറച്ച് താമസിക്കും, ഞാൻ വരാം. അദ്ദേഹം നേരെ ബാത്റൂമിൽ ചെന്നു. എന്നിട്ടോ ബാത്റൂമിൽ ചെന്ന് കുളിച്ചു. എന്നിട്ട് വുളൂ ചെയ്തു. ഫലബിസ കഫനഹു, അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കഫം ധരിച്ചു. ശരീരമാസകലം സുഗന്ധം പൂശി. നമ്മളെ മരിച്ചപ്പോൾ ഒരു കർപ്പൂരൊക്കെ തേക്കൂലേ, കർപ്പൂരം മരണത്തിന്റെ സമയത്ത് തേക്കുന്ന എല്ലാം തേച്ച് കഫം മുടക്കെ ധരിച്ച് കുളിച്ച് വൃത്തിയായി വുളൂ ചെയ്ത് അദ്ദേഹം അങ്ങോട്ട് പോയി. എന്നിട്ട് അവിടെ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കൊട്ടാരത്തിൽ കയറാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് പറഞ്ഞു അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ, അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. ഫിർഔനിനോട് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോയപ്പോൾ ഫിർഔനിനോട് പറഞ്ഞ സലാമാണിത്. അതേ ഒരു സലാം ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഈദ് ഇബ്നു ജുബൈറിനോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് സഈദ് ഇബ്നു ജുബൈർ. സഈദ് എന്ന് പറഞ്ഞാൽ വിജയി, ജുബൈർ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ. ജുബൈറിന്റെ മകൻ സഈദ് അല്ല. അൻത ഖുസൈ, അൻത ശഖീ ഇബ്നു ഖുസൈർ. നിങ്ങൾ സഈദ് അല്ല, വിജയി അല്ല, നിങ്ങൾ പരാജിതനാണ്. നിങ്ങൾ ഉപ്പാന്റെ പേര് ജുബൈർ എന്നല്ലേ? ജുബൈർ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനല്ല, പ്രശ്നമുണ്ടാക്കുന്നവൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തവൻ, ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുന്നവൻ. അൻത ശഖീ ഇബ്നു ഖുസൈർ. അപ്പോഴാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ പേര് എനിക്കെന്റെ മാതാവ് നൽകിയതാണ്, നിങ്ങളെക്കാളും എന്റെ പേരറിയുന്നത് എന്റെ ഉമ്മയ്ക്കാണെന്ന് പറഞ്ഞപ്പോ നീയും നിന്റെ ഉമ്മയും നശിച്ചു പോയിരിക്കുകയാണ്, നീയും നിന്റെ ഉമ്മയും നശിച്ചു പോയിരിക്കുകയാണ്. പിന്നെ ചോദിച്ചു, അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? നബി തങ്ങളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? അടുത്ത ചോദ്യം, മഹാനായ അലി തങ്ങളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്നെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ത്? അദ്ദേഹം പറഞ്ഞു, ക്രിമിനൽ, അധികാരിയുടെ മുഖത്ത് നോക്കി നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റമാണ് ആലിമീങ്ങൾക്കും നേതാക്കന്മാർക്കും വേണ്ടത്. അതാണ് വേണ്ടത്. അത് ഇന്നില്ല. ഇന്ന് ആര് ഞാൻ തെറ്റ് ചെയ്ത എന്നെ ഞാൻ തന്നെ ന്യായീകരിക്കുക. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ അതിനേക്കാളും വലിയ ന്യായീകരണം. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം എൻ്റെ അടുത്ത് തെറ്റ് കാണുമ്പോൾ ആളുകൾ തിരുത്തി തരണം. ഉസ്താദ് നിങ്ങൾ ചെയ്ത് ശരിയായില്ല, അൽഹംദുലില്ലാഹ്, തെറ്റ് തിരുത്തണം. അതങ്ങനെയല്ല, ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്നൊരാൾ തെറ്റ് ചെയ്യും, അപ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ അത് തെറ്റൊന്നല്ല, അതിനെ ന്യായീകരിക്കുക ആര്? അയാളും അയാളുടെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. ഇങ്ങനെ പോയി എങ്ങനെ നാട് നന്നാവും? എങ്ങനെ നാട് നന്നാവും? എല്ലാവരും നമ്മുടെ ഭാഗത്ത് തെറ്റ് വരുമ്പോൾ ഒരാൾ തിരുത്തി തന്നാൽ അൽഹംദുലില്ലാഹ്, ജസാക്കല്ലാഹ്, ഞാൻ നന്നായിക്കോളാം, ഞാൻ മാറ്റിക്കോളാം. എന്നെ ന്യായീകരിക്കാൻ നിൽക്കരുത്. ഇന്ന് എത്ര വലിയ തെറ്റ് ചെയ്താലും കൊടുംപാതകം ചെയ്താലും അതിനിങ്ങനെ ന്യായീകരിക്കുക. ന്യായീകരിക്കുമ്പോൾ ഒരു കളവ് പറയേണ്ടി വരും, അപ്പോൾ ആ കളവ് പിടിക്കും. രണ്ടാമത്തെ കളവ് പറയും, അതിനും പിടിക്കും. മൂന്നാമത്തെ കളവ് പറയും, അതിനും പിടിക്കും. അവസാനം ഗീബൽസിനെ പോലും തോൽപ്പിക്കുമാർ 100 കണക്കിന് കളവുകൾ പറഞ്ഞിട്ട് ഒരു കളവിനെ സത്യമാക്കി മാറ്റും. 100 കണക്കിന് കളവ് പറഞ്ഞിട്ട് ഒരു കളവിനെ സത്യമാക്കി മാറ്റും. ഇത് വേണോ? നമ്മൾക്കിത് വേണോ? ഇതുണ്ടായ എങ്ങനെ ദീന നന്നാവോ? മുസ്ലിമീങ്ങൾ നന്നാവോ? നമുക്ക് പറ്റിയതല്ല. അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ളാലിം, ക്രിമിനലാണ്. മുസ്ലിമീങ്ങളുടെ ചോര കുടിച്ച ആളല്ലേ? ഈ ചോരകൾക്ക് പകരം അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും നീ. പിന്നെ വലിയ പാത്രത്തിൽ സ്വർണവും വെള്ളിയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചുരിഞ്ഞു. ഇതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? അപ്പോഴാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇൻ കുൻത ജമഅതഹു മിൻ അംവാലിൽ ഫുഖറാ, പാവങ്ങളുടെ മുതലിൽ നിന്നാണ് ഈ സ്വർണവും ഈ വെള്ളിയും നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയതെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. മഹാനായ കണ്ണിയത്ത് ഉസ്താദ്
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് കരുത്തുറ്റ നേതൃത്വം നൽകി 1926 ഈ ഒരു സംഘടന രൂപീകരിക്കാൻ വേണ്ടിയുള്ള ചർച്ച നടക്കുമ്പോൾ അതിലെ മെമ്പർ വരെയാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. ആ കണ്ണിയത്ത് ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് കരുത്തുറ്റ നേതൃത്വം നൽകി ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും വരല്ലേ എന്ന് പറഞ്ഞ് സൂക്ഷിച്ചു പോയ മഹാൻ. അദ്ദേഹം കാസർഗോഡ് ജില്ലയിൽ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന തുരുത്തിയിൽ 3 വർഷം ജോലി ചെയ്തിരുന്നു. അവിടെ മുദരിസായി. ഒരു മാസം അദ്ദേഹത്തിന് സാലറി കൊടുക്കാൻ പോയി. സാലറി നൽകാൻ വേണ്ടി കമ്മിറ്റി ഭാരവാഹികൾ പോയപ്പോൾ എത്രയുണ്ട് ഉസ്താദേ, കഴിഞ്ഞ മാസത്തിലുള്ള അത്ര തന്നെയാണ്. അതല്ല, എത്രയുണ്ട് കണക്ക് പറയും. കഴിഞ്ഞ മാസം തന്നത്ര തന്നെയാണ്. നിങ്ങളോട് ഞാൻ കണക്കല്ലേ ചോദിച്ചത്, അതിന്റെ കൃത്യമായ കണക്ക് പറയും, ഇതിൽ എത്രയുണ്ട്. അപ്പൊ കണക്ക് പറഞ്ഞു കൊടുത്തു. അതെങ്ങനെയാണ് എനിക്ക് ഇത്ര നിങ്ങൾ തന്നത്? എനിക്കെങ്ങനെയാണ് ഇത്രയും തുക ഈ മാസം തന്നത്? കഴിഞ്ഞ മാസത്തേക്കാൾ 2 ദിവസം ഞാൻ കുറച്ചല്ലേ ഈ മാസം ജോലി ചെയ്തത്. ജനുവരി 31 ഫെബ്രുവരി 28 ഉള്ളൂ. ജനുവരി 31 ഫെബ്രുവരി 28 ഉള്ളൂ. കഴിഞ്ഞ മാസത്തേക്കാൾ 2 ദിവസം കുറവല്ലേ ഞാൻ ഈ മാസം ജോലി ചെയ്തത്. അപ്പൊ അതുകൊണ്ട് 2 ദിവസത്തെ സാലറി എക്സ്ട്രയാണ്, അത് നിങ്ങൾ എടുക്കണം, എന്നിട്ട് എനിക്ക് തന്നാൽ മതി. മനസ്സിലായ? ജോലിക്ക് നിൽക്കുമ്പോൾ ചോദിക്കണം, ഇത് മാസാന്ത സാലറി ആണോ അല്ല ദൈനംദിനം സാലറി ആണോ? മനസ്സിലായി? അങ്ങനെയൊക്കെ സൂക്ഷ്മത കാണിക്കേണ്ടത്. നമ്മൾ ജോലിക്ക് നിൽക്കുമ്പോഴേ ചിലപ്പോൾ പറയും മാസത്തിൽ 10,000 രൂപ, അവർക്ക് കുഴപ്പമില്ല. മാസത്തിൽ 28 ദിവസമായാലും 10,000 ആണ്, 31 ദിവസമായാലും 10,000 ആണ്. ചില ആളുകൾക്ക് കണക്കാക്കും ഒരു ദിവസം ഇത്രയാണെന്ന്, 150 300 അങ്ങനെ കണക്കാക്കും. 300 കണക്കാക്കിയാൽ അപ്പോൾ പൊതുവെ എല്ലാ മാസവും 30 ദിവസം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ കണക്കാക്കി നോക്കുമ്പോൾ 10,000 വരുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഫെബ്രുവരി മാസത്തിൽ എങ്ങനെ 10,000 വാങ്ങുക? 2 ദിവസം കുറവല്ലേ, 28 ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചാലേ നാളെ അള്ളാൻ്റെ കോടതി രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകളെ സമസ്തയെ മുന്നോട്ട് കൊണ്ടുവന്നത്, സമസ്തയ്ക്ക് നേതൃത്വം നൽകിയത് ഇവരാണ്. സമസ്തയുടെ നേതാക്കന്മാർക്ക് ഇന്ന് വരെ ഒരു ആരോപണങ്ങളോ അവരെക്കുറിച്ചിട്ടുള്ള ഒരു ആരോപണങ്ങളോ ഒരു പ്രശ്നവും അവർക്കുണ്ടായിട്ടില്ല. കറകളഞ്ഞ നിഷ്കളങ്കരായ ഉഖ്റവിയായ ആലിമീങ്ങളാണ് സമസ്തയെ നയിച്ചത്. കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, എനിക്ക് 2 ദിവസത്തെ സാലറി കുറച്ച് തന്നാൽ മതി. സുബ്ഹാനല്ലാഹ്. അവരുടെയൊക്കെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അദ്ദേഹം പറഞ്ഞു, പാവങ്ങളായ ഫക്കീറന്മാരുടെ സമ്പത്തിൽ നിന്നാണ് ഈ സ്വർണത്തെയും വെള്ളിയെയും നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയതെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഇത് പറഞ്ഞപ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞു, ലൗബദ്ദിലന്നക മിനദ്ദുനിയാ നാറത്തലല്ലാഹ്. ഈ ദുനിയാവിനെ നിനക്ക് ദുനിയാവിന് പകരം തീയാക്കി മാറ്റാൻ പോവുകയാണ്. ഇതൊരു നരകമാക്കി മാറ്റും. നീ കുറെ കളിക്കരുത്, കളി കൂടരുത്. ഈ ദുനിയാവിനെ ഞാനൊരു നരകമാക്കി മാറ്റാൻ പോവാണ്. ഇത് കേട്ടപ്പോഴാണ് സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൗ കാന ദാലിക ഇലൈക ലഅബത്തുക മിൻ ദൂനില്ലാഹ്. ഈ ദുനിയാവിനെ തീയാക്കി മാറ്റാനുള്ള കഴിവ് നിനക്കുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ ഒഴിവാക്കി ഞാൻ നിന്നെ ആരാധിക്കുമായിരുന്നു. ഈ ദുനിയാവിനെ തീയാക്കി മാറ്റാൻ നിനക്ക് കഴിവുണ്ടാകുമായിരുന്നെങ്കിൽ അള്ളാഹുവിനെ മാറ്റി ഞാൻ നിന്നെ ആരാധിക്കുമായിരുന്നു. അപ്പോഴാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞത്, ലഅഖ്തുലന്നക ഖത്ലതൻ മാ ഖതൽതുഹാ അഹദൻ മിനൻ നാസ്. ഇന്നേ വരെ ഒരാളെയും കൊല്ലാത്ത രീതിയിലാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊല്ലാൻ പോകുന്നത്. വളരെ നിഷ്ഠൂരമായിട്ട്, വളരെ വിചിത്രമായിട്ട്, വളരെ ക്രൂരമായിട്ടാണ് ഞാൻ നിങ്ങളെ കൊല്ലാൻ പോകുന്നത്. ഒരുപാട് ആലിമീങ്ങളെ ഞാൻ കൊന്നിട്ടുണ്ട്, ഒരുപാട് ആളുകളെ ഞാൻ കൊന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങളെ കൊല്ലാൻ പോകുന്നത് ഇന്നേ വരെ കൊല്ലാത്ത രീതിയിലാണ് ഞാൻ കൊല്ലാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കൊന്നു, എനിക്ക് കുഴപ്പമില്ല. ഇല്ലാ ഖതലകല്ലാഹു മിസ്ലഹാ യൗമൽ ഖിയാമ. നിങ്ങൾ എന്നെ എങ്ങനെ കൊന്നാലും ഇതുപോലെ അല്ലാഹു നിങ്ങളെ നാളെ മഹ്ശറയിൽ കൊന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്നെ കഴുത്തെടുത്ത് കൊന്നാൽ നാളെ നരകത്തിൽ കിടന്നിട്ട് കഴുത്തറുത്ത് ഇങ്ങനെ നിങ്ങളെയും കൊല്ലും. മരിച്ച ഉടനെ വീണ്ടും ജീവൻ ലഭിക്കും, വീണ്ടും കൊല്ലും, വീണ്ടും ജീവൻ, വീണ്ടും ജീവൻ. ഇങ്ങനെ ഖിയാമത്ത് നാൾ കഴിഞ്ഞിട്ട് കാലാകാലം അനശ്വരമായി നിങ്ങൾ നരകത്തിൽ എന്നെ എങ്ങനെയാണോ കൊന്നത് അതുപോലെ അല്ലാഹു നിങ്ങളെയും കൊല്ലും. അവ പറഞ്ഞു, കൊന്നു കളയൂ, ഇയാളെ വെച്ചേക്കരുത്, കൊന്നു കളയൂ.
കൊന്നുകളയൂ എന്ന് പറഞ്ഞപ്പോ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഞാൻ എൻ്റെ മുഖം തിരിച്ചു വെക്കുകയാണ്. ആകാശങ്ങളുടെ സൃഷ്ടാവായ, ഭൂമിയുടെ സൃഷ്ടാവായ, സർവ്വലോക പരിപാലകനായ, ജഗന്നിയന്താവായ അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഞാൻ എൻ്റെ മുഖം തിരിച്ചു വെക്കുകയാണ്. അഥവാ കിബിലയിലേക്ക് ഞാൻ മുന്നിട്ട് മരിക്കുകയാണ്. ഇത് കേട്ടപ്പോഴാണ് സഈദ് ഇബ്നു ജുബൈറിനോട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറയുന്നത്, വജ്ജഹൂ ഇലാ ഗൈരിൽ ഖിബ്ല, കിബിലയിലേക്ക് തിരിഞ്ഞു മരിക്കാൻ ഇയാൾ അനുവദിക്കരുത്. കിബിലയിലേക്ക് തിരിഞ്ഞു മരിക്കാൻ ഇയാൾ അനുവദിക്കരുത്. തന്റെ വാളും പിടിച്ചു നിൽക്കുന്ന ആരാച്ചാരോട് പറയുകയാണ്, കിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് മരിക്കാൻ ഇയാൾ അനുവദിക്കരുത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഫഅൈനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് തന്നെ. എവിടെ തിരിഞ്ഞാലും, കിബിലയാണെങ്കിലും കിബിലയല്ലെങ്കിലും അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം. ഫഅൈനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അവിടേക്ക് അല്ലാഹു ഉണ്ട് എന്നുള്ള ആയത്തോതുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇദ്ദേഹത്തെ കൊന്നിട്ട്, ഇദ്ദേഹത്തെ കഷ്ണമാക്കിയിട്ട് ഖബറിൽ മറമാടരുത്, കിബിലയിലേക്ക് മുന്നിട്ട് ഇയാളെ മറമാടരുത്. ആ കാണുന്ന മരുഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു, അവിടെ കഴുകന്മാർക്ക് കഴിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നല്ലേ, അല്ലാഹു നമ്മളെ മടക്കുന്നതും മണ്ണിലേക്കല്ലേ, അതേ മണ്ണിൽ നിന്നല്ലേ അല്ലാഹു മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നത്. എന്റെ ശരീരത്തെ കഷ്ണം കഷ്ണമാക്കി നിങ്ങളെ കഴുകന്മാർക്ക് ഭക്ഷിക്കാൻ വേണ്ടി മരുഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞാലും എനിക്ക് പ്രശ്നമേയല്ല, എനിക്ക് പ്രശ്നമേയല്ല എന്ന് പറഞ്ഞ അല്ലാഹുവിനോട് പറയാണ്, എനിക്കത് പ്രശ്നമല്ല. എന്നിട്ട് അദ്ദേഹം ചിരിക്കുകയാണ്. അറുക്കാൻ പോകുമ്പോ ചിരിക്കുകയാണ്. എന്തിനാണ് ചിരിച്ചത്? ചിരിക്കാനുള്ള കാരണം എന്ത് എന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയാണ്, അൽഹഖു മിൻ ഹിൽമില്ലാഹി വജുറഅതിക അലയ്യ, അല്ലാഹു നിന്നോട് കാണിക്കുന്ന ക്ഷമ, അത് ഓർത്തിട്ട് ഞാൻ ചിരിക്കുകയാണ്. അല്ലാഹുവിനെതിരെ നീ കാണിക്കുന്ന ധൈര്യം, എന്നെ വധിക്കാൻ അല്ലാഹുവിനെതിരെ നീ കാണിക്കുന്ന ധിക്കാരം, ഇതൊക്കെ കണ്ടുകൊണ്ട് അല്ലാഹു നിന്നെ ഒന്നും ചെയ്യാതെ അല്ലാഹു ക്ഷമിക്കുന്നത് ഇത് കാണുമ്പോൾ എനിക്ക് ചിരി വരികയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ലാ തുസല്ലിത് ഹാദൽ മുജ്രിമ അലാ അഹദിൻ ബഅദി, അല്ലാഹുവേ എന്റെ കാലശേഷം, എന്റെ മരണശേഷം വേറെ ഒരാളെയും കൊല്ലാൻ ഇയാളുടെ കൈകൾക്ക് നീ ശക്തി നൽകരുത് റബ്ബേ. എന്റെ മുമ്പ് നൂറുകണക്കിന് ആലിമീങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കൊലപ്പെടുത്തിയ ധിക്കാരിയാണ് ഇയാൾ. അദ്ദേഹം ജയിലിന്റെ അറകളിലൂടെ നടന്നു പോകുമ്പോ ജയിൽവാസികളൊക്കെ പൊട്ടിക്കരയുമായിരുന്നു, അട്ടഹസിക്കുമായിരുന്നു. എന്തിന്? ഈ കരച്ചിൽ കേൾക്കുമ്പോൾ ഒന്ന് സിമ്പതി തോന്നുമല്ലോ, ഈ കരച്ചിൽ കേൾക്കുമ്പോൾ എങ്ങാനും ജയിലിൽ നിന്ന് മോചിപ്പിക്കുമല്ലോ എന്ന പ്രതീക്ഷയോടെ അവർ പൊട്ടിക്കരയുമായിരുന്നു. അപ്പോഴാണ് ജയിൽവാസികളോട് അയാൾ പറഞ്ഞിരുന്നത്, ലാ തുകല്ലിമൂ, നിങ്ങൾ സംസാരിക്കരുത്, നിന്നരായിട്ട് ഇവിടെ ഇരുന്നോളണം, സംസാരിക്കരുത്, നിന്നരായിട്ട് ഇവിടെ ഇരുന്നോളണം എന്ന് ജയിൽവാസികളോട് അദ്ദേഹം പറയുമായിരുന്നു. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ മരണശേഷം ഇയാളുടെ കൈകൾ കൊണ്ട് വേറെ ഒരാൾക്ക് മരിക്കാൻ നീ അവസരം നൽകരുത്. മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് കൂടെ പറഞ്ഞു. സഈദ് റളിയല്ലാഹു അൻഹു മരിച്ച ആ രാത്രി ഉറങ്ങാൻ കിടക്കാൻ വേണ്ടി ഹജ്ജാജ് ഇബ്നു യൂസുഫ് ബെഡ്റൂമിലേക്ക് ചെല്ലുകയാണ്. ഉറങ്ങാൻ കിടന്നു ഞെട്ടി ഉണർന്നു. ഉറക്കിലേക്ക് മഹാനായ സഈദ് തങ്ങൾ കടന്നു വരികയാണ്. ലിമ ഖതൽതനി, നിങ്ങൾ എന്തിനാണ് എന്നെ കൊന്നത്? ലിമ ഖതൽതനി, നിങ്ങൾ എന്തിനാണ് എന്നെ കൊന്നത്? മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഒരു സെക്കൻഡ് ഉറങ്ങാൻ അനുവദിക്കാതെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളുമായി സഈദ് റളിയല്ലാഹു അൻഹു ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ സമീപത്തേക്ക് വന്നു. 30 ദിവസമാണ് രാത്രി അദ്ദേഹം ഉറങ്ങിയിട്ടേയില്ല. 30 ദിവസം രാത്രി അദ്ദേഹം ഉറങ്ങിയിട്ടേയില്ല. എന്നിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങി, മാലീ വലിദമി സഈദ്, വേണ്ടായിരുന്നു പഠിച്ചോനെ, ഞാൻ ഒരുപാട് ആളെ കൊന്നല്ലോ, സഈദിനെ കൊല്ലണ്ടായിരുന്നു. വേണ്ടായിരുന്നു പഠിച്ചോനെ, ഒരുപാട് ആളുകളെ ഞാൻ കൊന്നു, സഈദിനെ കൊന്നിട്ട് ഞാൻ തോറ്റുപോയല്ലോ, എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ, എനിക്ക് പേടി തോന്നുകയാണ്, ഉറങ്ങുമ്പോൾ കൈകാലുകൾ വിറക്കുകയാണ്, അതുകൊണ്ട് സഈദിനെ കൊല്ലുന്നത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് 30 ദിവസക്കാലം ഉറക്കില്ലാതെ, ഊണില്ലാതെ, വിശ്രമമില്ലാതെ വേറെ
ഒരാളെ വധിക്കാൻ പോലും അല്ലാഹു അയാൾക്ക് ചാൻസ് നൽകാതെ 30ാമത്തെ ദിവസമാകുമ്പോഴേക്കും ഹജ്ജാജ് ഇബ്നു യൂസുഫ് മരിച്ചു പോവുകയാണ്. അത്രയും കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് പരിശുദ്ധമായ ദീനിനെ ലോകത്തിന്റെ നെറുകയിലേക്ക് മഹാന്മാരായ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരെത്തിച്ചത്. ഇവർ പാത നമ്മൾ മറന്നു പോകരുത്. അതിങ്ങനെ സഹാബാക്കളിലൂടെ, സൈനുദ്ദീൻ മഖ്ദൂമിലൂടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ, ശംസുൽ ഉലമയിലൂടെ, കണ്ണിയത്തുസ്താദിലൂടെ, സാത്വികരായ അള്ളാഹുവിനെ പേടിയുള്ള ഉഖ്റവിയായ പണ്ഡിതന്മാരിലൂടെ ഈ ദീന് ഇന്നും ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് കാണുമ്പോൾ തെറ്റാണെന്നും നന്മ കാണുമ്പോൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തരായ പ്രവർത്തകർ, അല്ലാഹു എല്ലാ ആളുകൾക്കും ആഫിയത്ത് നൽകട്ടെ. അല്ലാഹു എല്ലാ ആളുകൾക്കും ആരോഗ്യം നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. സാലിഹീങ്ങളായ മക്കളാക്കി അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നാളെ മുതൽ 7:30 തന്നെ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഇന്ന് 8 മണിക്ക് തുടങ്ങിയല്ലേ? 7:30 ഇന്നും തുടങ്ങിയിട്ടുണ്ട്. നാളെ മുതൽ 7:30 തന്നെ തുടങ്ങുക. അതുകൊണ്ട് നേരത്തെ വരിക ഇൻഷാ അല്ലാഹ്. 2-ാം തീയതി അസ്രസ്കരിച്ചിട്ട് എന്ത് പരിപാടി? മദ്ഹൻ നബി, മദ്ഹ് ഗാനം, ദഫ്, ഇങ്ങനെയൊക്കെ മത്സരങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യിൽ നോട്ടീസുകളൊക്കെ ഉണ്ടല്ലോ. ഒന്ന് സഹകരിക്കുക, ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്ന് എണീറ്റിക്കല്ലേ നമുക്ക് ചെറിയ ദുആ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. 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 അല്ലാഹ് 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 അല്ലാഹ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا. അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. തവഫനാ വഅഹ്ലനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ. അള്ളാഹുവേ, ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്നുച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. മാതാപിതാക്കളെയും കുടുംബക്കാരെയും മുസ്ലിമീങ്ങളാക്കി മരിപ്പിക്കണേ അല്ലാ. اللهم يسر عسيرنا وسهل أمورنا وفرج همومنا واكشف كروبنا وأد ديوننا وحسن مرادنا وقل حاجاتنا واشف أمراضنا وارحم موتانا وادفع بلياتنا يا دافع البليات. അല്ലാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ എളുപ്പത്തിലാക്കണേ അല്ലാ. വിഷമങ്ങൾ അകറ്റണേ അല്ലാ. കടങ്ങൾ കൊടുത്തു വീട്ടാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ അല്ലാ. രോഗികളായ ആളുകൾക്ക് ശിഫ നൽകണേ അല്ലാ. മാറാരോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. മരിച്ചുപോയ ആളുകൾക്ക് നീ കാരുണ്യം ചെയ്യണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. നിന്റെ ശർറായ വിധികളിൽ നിന്ന് ഞങ്ങളെയും കുടുംബങ്ങളെയും നീ കാക്കണേ അല്ലാ. നാട്ടുകാരെ കാക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന സഹകരിക്കുന്ന എല്ലാ ആളുകളെയും കാക്കണേ അല്ലാ. اللهم اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. എത്രയോ കഷ്ടപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് 10 മാസം ഗർഭം ചുമന്ന ഉമ്മ, 10-18 വർഷക്കാലം പോറ്റു വളർത്തിയ മാതാപിതാക്കൾ, അല്ലാഹുവേ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. മരിച്ചവരാണെങ്കിൽ ഖബറിടം സ്വർഗീയമാക്കണേ അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ കൺകുളിർമയുള്ള ഭാര്യമാരാക്കി ഭർത്താക്കന്മാരാക്കി മക്കളാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാ. പ്രായമെത്തിയവർക്ക് കുഫുവത്ത ഇണകൾ നൽകണേ അല്ലാ. കല്യാണ പ്രായമെത്തിയ ആളുകൾക്ക് കുഫുവത്ത ഇണകൾ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ മക്കളില്ലാത്ത ആളുകൾക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. നൽകിയ മക്കളെയൊക്കെ സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക. നീ തന്ന നിഅമത്ത് നീ തിരിച്ചെടുക്കല്ലേ അല്ലാ. നീ തന്ന അനുഗ്രഹങ്ങൾ മരണം വരെ നിലനിർത്തണേ അല്ലാ. വതഹവ്വുലി ആഫിയതിക. അല്ലാഹുവേ നിന്റെ ആരോഗ്യം നീ നിലനിർത്തണേ അല്ലാ. നീ ഞങ്ങൾക്ക് തന്ന ആരോഗ്യം ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണേ അല്ലാ. അപകടങ്ങളിൽപ്പെട്ട് മരിച്ചുപോയ ആളുകളുണ്ട് പടച്ച റബ്ബേ. എൻ്റെ നാട്ടിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി ഓടിച്ചാടി നടന്നിരുന്ന ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ ആക്സിഡന്റിൽ വെട്ടി മരിച്ചുപോയി അല്ലാ. ചെറിയ 2 മക്കളാണുള്ളത് പടച്ച റബ്ബേ. ഖബറിടം സ്വർഗീയമാക്കണേ അല്ലാ. ആ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാ. ആ മക്കളെ ഉപ്പാക്കുമ്മാക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ ഇതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ആക്സിഡന്റായി മംഗലാപുരത്ത് കിടക്കുകയാണ്. അല്ലാഹുവേ ശിഫ കൊടുക്കണേ അല്ലാ. ശിഫ കൊടുക്കണേ അല്ലാ. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ആക്സിഡന്റായി കിടക്കുന്ന ആളുകൾക്ക് ശിഫ നൽകണേ അല്ലാ. രോഗികളായി കിടക്കുന്നവർക്ക് ശിഫ നൽകണേ അല്ലാ. അടച്ചവനെ ആക്സിഡന്റിൽ നിന്ന് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ദൈനംദിനം വാഹനങ്ങളിലൂടെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ വണ്ടിയിലാണ് ചെലവഴിക്കാറുള്ളത്. അല്ലാഹുവേ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. നിന്റെ ശർറായ വിധിയിൽ നിന്ന് കാക്കണേ അല്ലാ. വഫുജാഅത്തി നിഖ്മതിക. അല്ലാഹുവേ പെട്ടെന്നുള്ള അപകടങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഭക്ഷണം നൽകിയ വീട്ടുകാർക്ക് സ്വർഗീയ ഭക്ഷണം സ്വർഗീയ പാനീയം നൽകണേ അല്ലാ. വീട്ടിലും മക്കളിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജോലിയിലും ജീവിതത്തിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇഹപര വിജയം നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ വിജയികളിൽ പെടുത്തണേ അല്ലാ. ഖബറിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ നാളെ മരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹീങ്ങളായ മക്കളെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. നൽകിയ മക്കളെയൊക്കെ സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഖബറിലേക്ക് കടന്നു വന്നിട്ട് ഇതെൻ്റെ ഉപ്പയാണ് ഇതെൻ്റെ ഉമ്മയാണെന്ന് പറഞ്ഞൊരു ഫാത്തിഹ ഓതി ഒരു യാസീൻ ഓതി ഉപ്പയുടെ ഖബറിടത്തിലേക്ക് ഹദിയ ചെയ്ത് നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തരണേ അല്ലാ.
മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങൾ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന എത്രയോ ആളുകൾ പല നാടുകളിലുമുണ്ട്. അവർക്ക് ആഗ്രഹിക്കുന്നത് ദുആയാണ്, പ്രാർത്ഥനയാണ് റബ്ബേ. അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ചെയ്ത ഹറാമുകൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ. കണ്ണുകൾ കൊണ്ട് ചെയ്ത ഹറാമുകൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ. ചെവികൾ കൊണ്ട് ഹറാമ് കേട്ടുപോയിട്ടുണ്ട് റബ്ബേ, മാപ്പ് നൽകണേ അല്ലാ. اللهم ارحمنا في ترك المعاصي اللهم ارحمنا في ترك المعاصي. അല്ലാഹുവേ, തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ നിന്റെ കാരുണ്യം ഞങ്ങളിലേക്ക് നൽകണേ അല്ലാ. നിന്റെ തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. തിന്മയ്ക്കെതിരെ, തെറ്റുകൾക്കെതിരെ, തോന്നിവാസങ്ങൾക്കെതിരെ പോരാടാനുള്ള ആർജവവും തൻ്റെ ഇടവും മനക്കരുത്തും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. തെറ്റ് ചെയ്യാതെ ജീവിക്കാനും നന്മയെ പ്രോത്സാഹിപ്പിക്കാനും തിന്മയെ തടയാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് തരണേ അല്ലാഹുവേ. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ ലോകത്ത് ഇതുപോലെ ഒരുമിച്ച് കൂടാൻ കുടുംബസമേതം ഉസ്താദുമാരോടൊപ്പം മാതാപിതാക്കളോടൊപ്പം ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.